മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ. മാതൃകയെ കാണിച്ചു നാഥൻ. തൂങ്ങി നിന്ന നേരമന്ന് ശ്രേഷ്ഠമായ മാതൃകയെ കാണിച്ചു നാഥൻ. സ്നേഹിപ്പാനും ക്ഷമിപ്പാനും സഹിപ്പാനും പഠിപ്പിച്ച ഗുരുനാഥൻ വഴികളെ പിന്തുടർന്നിടും. സ്നേഹിപ്പാനും ക്ഷമിപ്പാനും സഹിപ്പാനും പഠിപ്പിച്ച ഗുരുനാഥൻ വഴികളെ പിന്തുടർന്നിടും. യേശു എത്ര മതിയായവൻ, ആശ്രയിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ. മതിയായവൻ, ആശ്രയിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ. യേശു എത്ര മതിയായവൻ, ആശ്രയിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ, അനുഗമിപ്പാൻ മതിയായവൻ. ദൈവത്തിന് സ്തോത്രം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേരിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിൽ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷിയാകുവീൻ. സർവ്വലോകവും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു പ്രയോജനം? ഇന്നിപ്പോൾ നമുക്കിവിടെ നിന്നൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ഇന്ന് സമ്പൂർണ്ണമായൊരു സമർപ്പണവും തീരുമാനം എടുത്തുകൊണ്ട് ദേശമായി യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഓടി ആത്മാക്കളെ നേടുവാൻ തന്നെ ഞങ്ങൾ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഓടുമെന്നുള്ള പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഈ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. പോകിടുന്ന പരിതാപ മനുഷ്യരെ നാം തടുക്ക വേണ്ടയോ? പാതാളം പോകിടുന്ന പരിതാപ മനുഷ്യരെ നാം തടുക്ക വേണ്ടയോ? പട്ടണത്തിൽ ഗ്രാമങ്ങളിൽ കെട്ടപ്പെട്ട മനുഷ്യരെ നാം അഴിക്ക വേണ്ടയോ? പട്ടണത്തിൽ ഗ്രാമങ്ങളിൽ കെട്ടപ്പെട്ട മനുഷ്യരെ നാം അഴിക്ക വേണ്ടയോ? പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. ലോകയിമ്പം മതിയെന്നെണ്ണി പരലോകം മറന്നവർക്ക് കാഴ്ച ലഭിക്കണം. ലോകയിമ്പം മതിയെന്നെണ്ണി പരലോകം മറന്നവർക്ക് കാഴ്ച ലഭിക്കണം. പാപത്തിന്റെ ചേറ്റിൽ മുങ്ങി പണത്തിനായി ജീവിക്കുന്നോർ മനം തിരിയണം. പാപത്തിന്റെ ചേറ്റിൽ മുങ്ങി പണത്തിനായി ജീവിക്കുന്നോർ മനം തിരിയണം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. കൊയ്ത്തു വളരെയുണ്ടു സത്യം, വേലക്കാർ ചുരുക്കം മാത്രം അറിയുന്നില്ലയോ? കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാർ ചുരുക്കം മാത്രം അറിയുന്നില്ലയോ? ശക്തിയോടെ ശക്തിയോടെ കൊയ്ത്തിനായി ഇറങ്ങിടുക, കാലം തീരാറാ. ഭക്തിയോടെ ശക്തിയോടെ കൊയ്ത്തിനായി ഇറങ്ങിടുക, കാലം തീരാറാ.
ദൂതുമായി പുറപ്പെടാം. സേനകളായി എഴുന്നേൽക്കാം, ദേശത്തെ നേടിടുവാൻ പുറപ്പെടാം. ഭൂതലത്തിലുടനീളം സുവിശേഷ ദൂതുമായി പുറപ്പെടാം. പുറപ്പെടാം, പുറപ്പെടാം, ദേശത്തെ നേടിടുവാൻ 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 പുറപ്പെടാം. ഒരു ഗാനം കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. വാഴിഞ്ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ദൈവത്തെ നമുക്ക് നന്ദി നിന്ന ഹൃദയത്തോടെ ഉച്ചത്തിൽ പാടി മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനേ, പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനേ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന പാട്ടൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന പാട്ടൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ.
ദൈവത്തിന് സ്തോത്രം. വേദവായനയ്ക്കായി സോജി ടീച്ചർ വന്ന് ഇന്നത്തെ വായനാഭാഗം 84 സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും വീർപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാരക്മോ. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് സൂസി ആൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥനയോടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗത്തിലെ അപ്പ, മനോഹരമായ ഒരു ദിവസം നീ ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആരായിരുന്നുവെന്നും ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നുവെന്നും എല്ലാം ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങളെയും നീ തേടി വന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും എല്ലാം അത്യന്തപരമായി നീ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന വഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ എൻ്റെ കർത്താവ് സ്നേഹം മാത്രമാണല്ലോ അപ്പ. നിൻ്റെ സ്നേഹം ഞങ്ങളെയും ഈ സത്യവചനത്തിൻ്റെ മുമ്പാകെ ചേർത്ത് നിർത്തിയ ആ വലിയ കൃപയ്ക്കും സ്നേഹത്തിനുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവെ, പല ഭവനങ്ങളിലും പല ദേശങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കൾ ഈ പ്രാർത്ഥനാ ഹോളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, അവർക്ക് പലവിധമായ ആവശ്യങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. നീ അറിയുന്നില്ല കർത്താവെ. എൻ്റെ ദൈവമേ, കടബാധ്യതകളാൽ ഞെരുങ്ങുന്നവരെ, കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരത്തോടെ കഴിയുന്നവരെ, രോഗത്താൽ വലയുന്നവരെ എല്ലാം ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പോകുവാൻ മറ്റൊരിടവുമില്ല. കർത്താവെ, ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ അഭയവും എല്ലാം ഞങ്ങളുടെ കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ ചൂട്ടിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഓരോ ദിവസവും നീ ഞങ്ങളെ മനോഹരമായി നടത്തുന്ന ആ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കടന്നു വന്ന മക്കളുടെ ഓരോ ആവശ്യത്തിൻ്റെ മേലും നിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, രഹസ്യ വേദന അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, ആരോടും തുറന്നു പറയാൻ മേലാത്ത ദുഃഖത്തോടെ കഴിയുന്നവരുണ്ട്. കർത്താവെ, എന്നാൽ എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത എൻ്റെ കർത്താവ്
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ സകല ദുഃഖങ്ങളും ഭാരങ്ങളും ഞങ്ങളെ ഏൽപ്പിച്ച് തരുന്ന കർത്താവേ, ഒരു യോഗ്യതയും ഇല്ലാന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാൽ നിൻ്റെ തിരുവചനം ഞങ്ങൾ വായിക്കുന്നു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് കരുണ തോന്നുമെന്നും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവരോട് കനിവ് തോന്നുമെന്നും അരുളി ചെയ്ത ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പ, നിൻ്റെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ സകലതും ഏൽപ്പിച്ച് തരുന്ന കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോ മക്കളുടെ മേലും നിൻ്റെ കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ഒരു കുഞ്ഞു പോലും വന്നതുപോലെ മടങ്ങിപ്പോവാൻ ഇടവരരുതേ കർത്താവേ. അവരുടെ കൈകൾ കൊട്ട വിട്ടവരായി, അവരുടെ ചുമരിൽ നിന്നും ചുമട് നീങ്ങിയവരായി കടന്നു പോവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. വചനവുമായി വന്ന മക്കളെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ദൈവമേ, നിൻ്റെ മക്കളോട് നീ സംസാരിക്കണമേ അപ്പാ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വചനം നിൻ്റെ മക്കളുടെ നാവിൽ കൂടി കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുവാൻ താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവൊന്ന് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളിൽ കൂടി അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാക്ഷ്യത്തിൻ്റെ മേലും വചനത്തിൻ്റെ മേലും എല്ലാം എൻ്റെ കർത്താവിൻ്റെ കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ ദൈവമേ, നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. എല്ലാം നിൻ്റെ ദാനം ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ അറിയുന്നു താവേ. നന്ദിയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ അപ്പോൾ. ഈ ലോകത്ത് ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഞങ്ങൾക്ക് ഈ കാലമെല്ലാം ഞങ്ങൾ ജീവിച്ചെന്നാൽ നല്ലൊരവസാനം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ആ നിത്യജീവൻ്റെ അവകാശികളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളോടിയതും നടന്നതും ഒന്നും വൃഥാവായി തീരുവാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു തരുന്നു. കടന്നു വന്ന മക്കളെ ഏൽപ്പിക്കുന്നു കർത്താവേ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വടക്ക യാത്രകളിലെല്ലാം നിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്നുവരെ നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്കിപ്പോൾ അനുഭവ സാക്ഷ്യം കേൾക്കാം. സാക്ഷ്യം പറയുന്നത് ജോൺസൺ. അടിയനെ സാക്ഷ്യത്തിനായി ഒരുക്കുന്നു. എൻ്റെ പേര് പറഞ്ഞല്ലോ, ജോൺസൺ എന്നാണ് എൻ്റെ പേര്. അതായത് ഈ വിശ്വാസികളുടെ സമൂഹത്തിന് മുന്നിൽ സാക്ഷ്യത്തിനായി അടിയൻ്റെ കാലുകൾക്ക് ബലം നിന്ന് അടിയനെ നിർത്തിയ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സ്തുതികൾ അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയാനുള്ളത്, ഞാൻ വളരെ പാവപ്പെട്ട ദരിദ്രത്തിലുമുള്ള ജീവിതത്തിലെല്ലാം ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതം എന്ന് പറയാനുള്ളത്, ഞാൻ ചെറുപ്പകാലം മുതലേ പഠിപ്പാനെല്ലാം മുന്നിലായിരുന്നു. എന്നാലും എൻ്റെ 10ാം ക്ലാസ് ജീവിതത്തിലേക്ക് വന്നപ്പോഴൊക്കെല്ലാം പഠിപ്പെല്ലാം കുറഞ്ഞു പോയി. അതായത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് ജയിക്കുന്നവരൊക്കെ വളരെ ദുർലഭമായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിലും ഈ 10ാം ക്ലാസ്സൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ IAS പരീക്ഷയൊക്കെ എഴുതുന്ന പോലെയുള്ള അന്നത്തെ ഒരു സമ്പ്രദായമായിരുന്നു. അതായത് ഞങ്ങളുടെ നാട്ടിൽ ആ എഴുതുന്ന സമയത്തൊക്കെ 1-2 വ്യക്തികളൊക്കെ ജയിച്ചെങ്കിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും 10ാം ക്ലാസ് പരീക്ഷ ഒന്നും പാസ്സാകാനുള്ള ഒരു ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന എല്ലാ ചെറുപ്പക്കാരും എറണാകുളം പ്രദേശത്ത് ഒരു കടകളിലൊക്കെ ജോലിക്കായി കടന്നു പോകുന്ന ഒരു പതിവായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലും ആ ഒരു ചിന്തയാണ് അന്ന് നാമ്പെട്ടത്. അതായത് ഒരു 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് പോയി ഏതെങ്കിലും കടകളിലൊക്കെ നിന്ന് ജോലി ചെയ്ത് കുറച്ച് പൈസയെല്ലാം ആയി സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാമെന്നുള്ളതാണ് അന്നത്തെ എൻ്റെ സീനിയറായിട്ടുള്ളവരും എൻ്റെ എല്ലാ ഒരു ചെറുപ്പക്കാരനെ അന്നത്തെ ഒരു രീതി അന്ന് അതായിരുന്നു. അതുപോലെ ഞാനും
10ാം ക്ലാസ് പരീക്ഷയെല്ലാം എഴുതി അത് ജയിച്ചോ തോൽക്കോ എന്ന് അറിയാനൊന്നും കാത്തു നിൽക്കാതെ തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഞാനും അതായത് ഒരു കടയിലേക്ക് ജോലിക്കായി പോകാൻ എനിക്ക് ആഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ ഒരു കട എനിക്ക് ശരിയാക്കി തന്നു. അത് ഞാൻ 1980 കോട്ടയത്താണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ അറിയപ്പെടുന്ന ഒരു കടയിലേക്ക് ജോലിക്കായി കടന്നു വന്നു. ഞാനൊരു 100 രൂപ ശമ്പളത്തിനായിട്ട് ആ കടയിൽ ജോലിക്കായി വന്നു. ആ കടയിൽ ഒരു 15 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ അന്നത്തെ എൻ്റെ അവിടുത്തെ ആ കടയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, മദ്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രത്തോളം വേണി മദ്യം കഴിക്കുക, എത്രത്തോളം ഭക്ഷണം കഴിക്കുക, ഇതിന് ഒരു പഞ്ഞവും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ഓരോ ഞായറാഴ്ചകളിലും ഞാൻ മദ്യം കഴിക്കുക അതൊരു സ്ഥിരം ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിന് തന്നെ ഞാൻ മദ്യപാനം ചെയ്തു തുടങ്ങി. അതായത് അത് അവിടെ ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതിന് സുലഭമായി കിട്ടുന്നതായത് കൊണ്ട് അതിനൊരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും മദ്യപാനം കഴിക്കുക. അപ്പം പിന്നെ പള്ളി പോക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർലഭമായിരുന്നു. ചെറുപ്പകാലത്തിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ വീട്ടിൽ 2 നേരം നമസ്കാരങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൂടിയിട്ട് രാത്രിയിലുള്ള നമസ്കാരത്തിന് മാത്രം അത് ഞങ്ങളുടെ വീട്ടിൽ മക്കളെല്ലാവരും കൂടി ഇടും. അത് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാമെന്ന് നിർബന്ധമായിരുന്നു. എന്നാലും എനിക്കന്ന് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നുള്ളൂ. അതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്രയേ ഉള്ളൂ എൻ്റെ ആത്മീയത. പിന്നെ ഞാൻ കോട്ടയത്തെല്ലാം വന്നപ്പോൾ ഈ മദ്യപാനം, അതായത് എൻ്റെ ഒരു 15 വർഷക്കാലം വരെ ഞാൻ അതായത് ഒരു 2000 വരെ ഞാൻ മദ്യപിച്ച് നടന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. അതായത് മദ്യപാനത്തിലുള്ള മഹാവ്യക്തി, മനസ്സിലായി, എൻ്റെ ജീവിതത്തിലുള്ള മഹാവ്യക്തിയല്ല, മദ്യപാനത്തിലാണ് ഞാൻ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. അതെല്ലാം വന്നു. പിന്നെ അതായത് എൻ്റെ വിവാഹം നടന്നു. മക്കൾ 2 പേരുണ്ടായി. അതായത് ഒരു മകളുടെ ഒരു പാല് കുടിക്കുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിന് ഒരു ഓപ്പറേഷനെല്ലാം നടന്നു. ആ ഓപ്പറേഷൻ്റെ ഭാഗമായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഞങ്ങളുടെ ബന്ധുക്കാരും പിന്നെ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും ദൈവമക്കളൊക്കെ കടന്നു വന്നു. അപ്പോൾ ആ കടന്നു വന്നപ്പോൾ അവർ വന്ന് പോണ സമയത്ത് എന്നോട് ഒരു ദൈവവേദന എന്നോട് ചോദിച്ചു, ജോൺസൺ മദ്യപിക്കാറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ 2000 ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിർത്തി, 1 വർഷക്കാലമായിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അതായത് ഞാനതായത് ഒരു 80 കാലഘട്ടം മുതൽ 2000 വരെ ഞാൻ മദ്യപിച്ച ഒരു മഹാപാപിയാണ്. അത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയൊരിതാണ്. അത് ഈ ദൈവത്തിൽ എന്നോട് ചോദിച്ചു, ജോൺസനെ ഈ മദ്യപാനം ഒന്ന് നിർത്തിക്കൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം നിർത്തിയിരിക്കുകയാണ്. ഞാൻ തുടങ്ങാൻ അതായത് അതെൻ്റെ മനസ്സിലൊരു പ്ലാനൊന്നുമില്ല. അതായത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ മദ്യപാനം എല്ലാം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവത്തിൽ അങ്ങേരുടെ ബാഗിൽ നിന്ന് ഒരു ബൈബിൾ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഈ ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് ജോൺസൺ ഇന്ന് മുതൽ ഇനി മദ്യപിക്കില്ല എന്ന് പറയാമെന്നുള്ള ഒരു ഉടമ്പടി ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ ആ ബൈബിൾ വാങ്ങിച്ചു, ഞാനത് ആ ഉടമ്പടി എടുത്തു. അതായത് ഞാനും മദ്യപാനം നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ ദൈവസന്നിധിയിൽ ആ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നിട്ട് അയാൾ പറഞ്ഞു, ഇനി മദ്യപിക്കരുത് മോനെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ബൈബിൾ ഞാൻ തിരിച്ചു കൊടുത്തു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്ത കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അതായത് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വിവാഹ ചടങ്ങിന് പോയപ്പോൾ ആ വിവാഹത്തിനായിട്ട് അവരുടെ വീട്ടിൽ പോയപ്പോൾ ഈ കൂട്ടുകാരൻ്റെ അപ്പൻ അവരുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെത്തിയ കള്ളാണെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് കള്ള് എനിക്ക് തന്നു. ആ കള്ള് ഞാൻ കുടിച്ചു. അത് ഞാൻ ഈ ഉടമ്പടി ചെയ്ത കാര്യമൊന്നും ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. പിന്നെ അങ്ങനെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് 2 ലാർജ് അടിക്കേണ്ടതായിട്ട് നിർബന്ധപ്രകാരം വന്നപ്പോൾ അതും അടിച്ചു. ഇതെല്ലാം കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് കോട്ടയത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിൽ പോന്നു. അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കോട്ടയം എത്തുന്നവരെയും ഞാൻ ഛർദ്ദിച്ചു. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര മദ്യപിച്ചാലും ഛർദ്ദിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പറഞ്ഞിട്ടല്ല, ഞാൻ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കോട്ടയം എത്തുന്നവരെ ഞാൻ ഛർദ്ദിച്ചു. ഞാൻ വീട്ടിലെത്തി. അതായത് എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു വീട്ടിൽ. ഞാൻ വൈഫിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്തു പറഞ്ഞു. ഈ വെള്ളം കുടിച്ച് ഞാനൊരു 2-3 കപ്പ് വെള്ളം കുടിച്ചെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ ഛർദ്ദിച്ചു. അതായത് അപ്പോൾ എന്നോട് എൻ്റെ വൈഫ് ചോദിച്ചു, എന്താ ഇങ്ങനെ സംഭവിച്ചു ചോദിച്ചു. ഞാൻ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അതായത് അവിടെ പോയിട്ട് സ്വല്പം കള്ളും കുടിച്ചു, കുറച്ച് മദ്യപിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് എന്നെ ഡാഡിന്ന് വിളിക്കുക. ഡാഡി ഒരു കാര്യം അതായത് മറന്നുപോയോ ചോദിച്ചു. അതായത് അന്ന് ബൈബിൾ വെച്ച് സത്യം ചെയ്ത കാര്യം മറന്നുപോയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. അന്ന് അതോടുകൂടിയിട്ട് ഈ സമയം വരെയും ആ മദ്യപാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അതായത് 1995 ആ കടയിൽ നിന്ന് ഞങ്ങൾ 2-4 പേര് അവിടെ നിന്ന് മാറി സ്വന്തമായിട്ട് കോട്ടയത്തൊരു വ്യാപാരം തുടങ്ങി. അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത വേറൊരു വ്യാപാരം കൂടി തുടങ്ങി. 2 സ്ഥാപനങ്ങൾ തുടങ്ങി. നല്ല രീതിയിൽ കച്ചവടങ്ങളെല്ലാം തുടങ്ങി. നല്ല രീതിയിലുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി. എന്തെല്ലായിരുന്നാലും 2008 കൂടിയായിട്ട് ഞങ്ങൾ ആ സ്ഥാപനത്തിന് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് മാറി. മനസ്സിലായി.
അതായത് ചെറിയ ബുദ്ധിമുട്ടല്ല, അതായത് സാമ്പത്തികമായിട്ട് ഒരു 10-30 ലക്ഷത്തിൻ്റെ ബാധ്യതകൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നു. അപ്പോൾ ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എല്ലാ ചുമതലകളും എനിക്ക് തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു തലയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ വരുത്തിയതായിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക കണക്കിൻ്റെ കാര്യങ്ങളും ഒരു 10-30 ലക്ഷം രൂപയുടെ ബാധ്യത വന്നായിരുന്നു. അതെല്ലാം എൻ്റെ തലയിൽ. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പാർട്ണർ പറഞ്ഞു, ഞാൻ പോവുകയാണ്, അപ്പോൾ എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജോൺസൺ നടത്തണമെങ്കിൽ നടത്തിക്കോ, അല്ലെങ്കിൽ എന്താ വേണ്ടെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ 2005 സമയമൊക്കെ ആയ സമയത്ത് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ തുടങ്ങിയത്. അതായത് എൻ്റെ അനിയൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വന്നു തുടങ്ങിയത്. അതായത് എറണാകുളത്ത് എൻ്റെ അനിയൻ കൂട്ടായ്മയിലെല്ലാം പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നോടും പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കോട്ടയത്ത് ഒരു കൂട്ടായ്മ ഉണ്ട്. അന്ന് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ പടിഞ്ഞാറക്കര ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കൂട്ടായ്മയിലേക്ക് വന്നെങ്കിലും കൂടിയിട്ട് ഞാൻ എന്തിനു വരുന്നു, എന്തിനു പോകുന്നുള്ളത് അതിനുള്ള ഒരു തിരിച്ചറിവൊന്നും എനിക്കില്ല. കൂട്ടായ്മയിലേക്ക് എൻ്റെ അനിയൻ വരാൻ പറഞ്ഞു. പിന്നെ അന്ന് ഇവിടെ മോനച്ചായനായിട്ടുള്ള ഒരു പരിചയം ഉണ്ട്. മോനച്ചായൻ പറഞ്ഞു കൂട്ടായ്മയ്ക്ക് അങ്ങനെയൊക്കെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടായ്മയിലേക്ക് വന്നു. അതായത് ഇപ്പോൾ ഒരു ഞായറാഴ്ച ഇപ്പോൾ ഒരു മഴ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ മഴനെ വരുത്തിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് മഴ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത തവണ പോവാം, എങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമൊന്നും അന്ന് എനിക്ക് തോന്നിയില്ല. പറഞ്ഞില്ല, അത് ഈ കടഭാരങ്ങൾ വന്നത് ആ സമയത്ത് ഈ കൂട്ടായ്മയ്ക്ക് വന്നതിന് മുന്നാണ്, ഈ വന്നതിന് ശേഷമാണ് എനിക്ക് കടഭാരങ്ങളൊക്കെ വന്നത്. ഈ കടഭാരങ്ങൾ വന്നപ്പോൾ എനിക്ക് കൂട്ടായ്മയെ വന്നേ പറ്റൂ എന്നുള്ളൊരു ഇതായി. അതായത് എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ ചാർച്ചക്കാരും എല്ലാവരും നിൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടും നിൻ്റെ അശ്രദ്ധ കൊണ്ടും നീ വരുത്തി വെച്ചതല്ലേ എന്നുള്ള ഒരു കുത്തുവാക്കുകളും പഴിവാക്കുകളും അല്ലാതെ വേറൊന്നും എൻ്റെ ബന്ധുമിത്രാദികളൊന്നും എനിക്ക് കിട്ടിയില്ല. അതായത് ഈ കൂട്ടായ്മയിലുള്ള ദൈവമക്കളായിട്ടുള്ള അന്നത്തെ ആ സംസർഗം കിട്ടിയത് കൊണ്ട് അവരെ എനിക്ക് ആശ്വാസമായിട്ടുള്ള ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതായത് എനിക്ക് ഞാൻ ഈ കോട്ടയത്ത് നിൽക്കാൻ പറ്റുന്നുള്ള പോലെ എനിക്ക് ഇല്ലായിരുന്നു. അതായത് അത്രയും വലിയ ഭാരങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, അതായത് ബ്ലേഡുകാരെന്ന് പൈസ മേടിച്ചിട്ട് അവരെന്നെ കൊല്ലുന്നുള്ളടക്കാൻ പറഞ്ഞ വ്യക്തികളെല്ലാം ഉണ്ട്. അതായത് പൈസ തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിന് പൈസ കൊടുക്കാനായിട്ടുള്ള ഒരു വഴികളും അന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. പിന്നെ ആ സമയത്ത് ഞാൻ ഒരു വീട് വാങ്ങിച്ചിരുന്നു. ആ വീട് വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് കുറേ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കാരുടെ ബ്ലേഡുകാരുടെ പൈസയൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ നിവൃത്തികേട് വരുത്തി. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ദൈവമക്കളെല്ലാം എന്നോട് പറഞ്ഞു, ജോൺസൺ ഒരിക്കലും കോട്ടയം വിട്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കില്ല, ഈ കോട്ടയത്ത് തന്നെ നിന്നെ നിലനിർത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞ ധൈര്യങ്ങളും വാക്കുകളെല്ലാം കൂടി ഞാൻ വീണ്ടും ഞാനിരുന്ന സ്ഥാപനം വീണ്ടും എല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ദൈവമക്കളെല്ലാം വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ജോൺസൺ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, ഉള്ള പൈസയുടെ അനുസരിച്ച് ആ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ധൈര്യപ്രകാരം ഞാൻ ആ സ്ഥാപനം തുടങ്ങി. അത് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന കടഭാരങ്ങൾ, എങ്ങനെ ഈ കടഭാരങ്ങളെല്ലാം വന്നതെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കടഭാരങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് പോയതും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. അത്രയും വലിയൊരു കടഭാരത്തിൻ്റെ രാത്രിയിലെല്ലാം ഞങ്ങൾ വീട്ടിൽ ഉള്ളത് കഴിച്ച് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണിയാകുമ്പോഴെല്ലാം എൻ്റെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല. എൻ്റെ തലയെല്ലാം വേദന എടുത്ത് നാളെ വരുന്നവരോട് ഞാൻ എന്ത് പറയുന്നുള്ള ആ ഭാര വിഷയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ദൈവമക്കളെയൊക്കെ കാണുമ്പോൾ പിന്നെ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴുള്ള ആ ഇതുകൊണ്ട് എൻ്റെ ഇതെല്ലാം ദൈവം മാറ്റി തന്നു എന്നല്ലാതെ എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ദൈവത്തെ സന്നിധിയിൽ ആശ്രയിച്ചു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ കടഭാരം വന്നത് എനിക്ക് നല്ലതായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയില്ല. ദൈവത്തിനെ അറിയാൻ നടന്നൊരു മഹാവ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ ഒരു കടഭാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നം വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ദൈവത്തോട് അടുക്കുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അല്ലാതെ ദൈവം ഒരു സൈഡിലിരിക്കും, നമുക്ക് ദൈവത്തിനെ കൊണ്ടൊരാവശ്യമില്ല എന്ന് ഞാൻ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റിമറിച്ചു. അപ്പോൾ ദൈവത്തോട് ഒരു മിനിറ്റ് പോലും ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പോൾ തീർന്നു. ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിപ്പിച്ചു വന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന എന്ത് പ്രശ്നമായാലും എല്ലാം ദൈവം നടത്തി തന്നു എന്ന് പറയാൻ എനിക്ക് ഒരു ലജ്ജ കൂടാതെ എത്ര ആളുടെ പേരുടെ മുന്നിൽ പറയാനുള്ള ദൈവം എൻ്റെ നാവുകൾക്ക് ശക്തി തന്നു, എൻ്റെ കാലുകൾക്ക് ബലം തന്നു. ദൈവം എല്ലാം എനിക്ക് നന്മതനായി തീർത്തു. എൻ്റെ മകളുടെ ഒരു കുഞ്ഞിൻ്റെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 5 വർഷക്കാലം കാത്തിരുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഒരു കുഞ്ഞിനെ തന്നു, ഒരു പെൺകുഞ്ഞിനെ തന്നു, ഒരു ഊനമില്ലാത്ത കുഞ്ഞിനെ തന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി. ഞാനൊരു 10-12 വീടോളം വാടകയ്ക്ക് മാറി മാറി ജീവിച്ചൊരു വ്യക്തിയാണ്. സ്വന്തമായ ഒരു ഭവനം തന്നു, അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയുന്നു. വാഹനം തന്നു, വീട് തന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇനി എനിക്ക് തരുന്ന സൃഷ്ടായുസ് എൻ്റെ ദൈവത്തിനായിട്ട് ജീവിക്കണം. ദൈവമക്കളോടുള്ള സംസർഗത്തോടു കൂടിയിട്ട് ആത്മീയമായ വഴിയിലേക്ക് ആത്മീയമായത് മുന്നിൽ തൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ ചോദിക്കുന്നു, ദൈവനാമം മാത്രം മഹത്വപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.
ആദ്യമായി നമ്മളോട് തിരുവചനം സംസാരിക്കുന്നത് പീറ്റർ കുമ്പനോട് സ്വദേശിയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ഈ ജീവിതകാലത്ത് കർത്താവിൻ്റെ അടുക്കൽ നാനാവ്യാധികളാലും ബാധകളാലും രോഗങ്ങളാലും വന്നവരെ കർത്താവ് സൗഖ്യമാക്കി. നന്ദിയോടെ സ്തോത്രം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 55-56 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും. അനേകം ദീനക്കാരെ യേശുണ്ടെന്ന് കേൾക്കുന്നിടത്ത് കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലും പട്ടണങ്ങളിലും കുടികളിലും യേശു ചെന്നിടത്തൊക്കെയും ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു പരസ്യമായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലും തൊടേണ്ടതിന് അവർ അപേക്ഷിച്ചു. യേശു അവർക്കെല്ലാം അവസരം കൊടുത്തു. അനേകർ തൊട്ടു. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. നന്ദിയോടെ സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, അന്ന് നാനാവ്യാധികളാലും രോഗങ്ങളാലും പെട്ട അനേകര്, ഭൂതഗ്രസ്തര്, പക്ഷപാതക്കാര്, കൂനുള്ളവര്, ചെകിടര്, മുടന്തര്, ഊമര്, കുരുടര്, ഇങ്ങനെ അനേക ദീനങ്ങളെ കർത്താവ് അവിടെ സൗഖ്യമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യമാക്കാനുള്ള ശക്തിയും അധികാരവും കർത്താവിനെ വെളിപ്പെടുത്തി. നന്ദിയോടെ സ്തോത്രം. എന്നാൽ ആ കാലത്ത് കുഷ്ഠരോഗികൾക്ക് മോശയുടെ ന്യായപ്രമാണപ്രകാരമുള്ള ചില തടസ്സങ്ങൾ മൂലം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അന്ന് കുഷ്ഠരോഗം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് ചികിത്സയില്ലാത്ത ഒരു മാറാരോഗമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. എന്നാൽ നാം വേദപുസ്തകം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ 2 സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഒന്നാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ യേശുവിനെ എതിർപ്പെട്ടു. അവർ അകലെ എന്നുകൊണ്ട് യേശുവേ നായക, കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം. യേശു അവരോട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവരുടെ കുഷ്ഠരോഗം മാറി. അവരുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടി. പ്രിയമുള്ളവരെ, ആ ഭാഗ്യവാന്മാരായ 10 കുഷ്ഠരോഗികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്ന് കേൾക്കുവാൻ, യേശുവിൻ്റെ അടുക്കലൊന്ന് വരുവാൻ, യേശുവേ നായക എന്ന് അംഗീകരിക്കുവാൻ, യേശുവേ നായക എന്നൊന്ന് പറയുവാൻ, യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുവാൻ വലിയ കൃപ കിട്ടി. നന്ദിയോടെ സ്തോത്രം. അവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കുഷ്ഠരോഗം മാറട്ടെ എന്ന് പറയുന്നതായിട്ടോ നാം അവിടെ കാണുന്നില്ല. തൻ്റെ അടുക്കൽ അത്യാവശ്യക്കാരി വന്ന 10 കുഷ്ഠരോഗികൾക്ക് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനം കൊടുത്തു. ആ കൊടുത്ത വചനം അവർ കേട്ടു, അവർ അത് വിശ്വസിച്ചു. ആ വചനം അവർ അനുസരിപ്പാൻ തയ്യാറായി. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് കൊടുത്തായ വചനം അനുസരിക്കാൻ തക്കവണ്ണം അവർ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്കും, അവർ പുരോഹിതന്മാരെ തങ്ങളെ തന്നെ കാണിക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടപ്പോഴേക്കും അവരുടെ രോഗത്തിന്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി. അവർ രോഗസൗഖ്യം കിട്ടി. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയും, എങ്കിലും അരിഷ്ടനും മനസ്സാർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കുമെന്ന്. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തു വാസ്തവമായി കടന്നു വന്നിരിക്കുന്നിടത്താണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വചനം കേൾക്കുമ്പോൾ, തുടർന്നുള്ള വചനശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ, ഇവിടെ മുഴങ്ങുന്നതായ വചനത്തിൻ്റെ മുമ്പാകെ നാം അരിഷ്ടതയോടെ മനസ്സകർന്നോടെ ഇരിക്കുമെങ്കിൽ, ഈ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരായി, വചനത്തെ മാനിക്കുന്നവരായി, വചനത്തെ അനുസരിക്കുന്നവരായി, വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ, ചിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വചനം അനുസരിക്കാൻ തക്കവണ്ണം തുടർന്ന് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അത്ഭുതമായ കൃപകടാക്ഷം നമ്മുടെ ഉണ്ടാകും. ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അതിനെല്ലാം പരിഹാരം തരും. നന്ദിയോടെ സ്തോത്രം. വീണ്ടും നമുക്ക് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 12-ഉം
11 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. നന്ദിയോടെ സ്തോത്രം. കുഷ്ഠം അവനെ വിട്ടുമാറി. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് കുഷ്ഠരോഗിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്ന നമ്മുടെ മനസ്സലിയും. എന്നാൽ ഈ കാലഘട്ടത്ത് കുഷ്ഠരോഗത്തിന് ചികിത്സയുണ്ട്. മാത്രമല്ല, ഗവൺമെൻറ് തലത്തിൽ പല ആനുകൂല്യങ്ങളും സഹായങ്ങളും കിട്ടുന്ന കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് കുഷ്ഠരോഗിയുടെ കാര്യം വളരെ പരമദയനീയമായിരുന്നു. അത് ചികിത്സയില്ലാതെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു മാറാ രോഗമായിരുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 13-ാം അധ്യായം 41 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, കുഷ്ഠരോഗം ഒരു രോഗം മാത്രമല്ല, ശാപമായിട്ടാണ് അന്ന് കണക്കൂട്ടിയിരുന്നത്. പാപത്തിൻ്റെയും ദൈവകോപത്തിൻ്റെയും ഫലമായി വരുന്ന കുഷ്ഠരോഗമായിട്ടാണ് അന്ന് പറയാറ്. നന്ദിയോടെ സ്തോത്രം. അത് ശരീരത്തെ പതുക്കെ പതുക്കെ കാർന്നു എന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ചികിത്സയില്ലാത്ത അതിവേദനയുള്ള ഒരു രോഗം. അക്കാലത്ത് കുഷ്ഠരോഗികൾക്ക് പരസ്യമായി നടക്കാൻ കഴിയില്ലായിരുന്നു. ആരുടെ അടുക്കൽ വരുവാനും കഴിയില്ല. കുഷ്ഠരോഗിയെ തൊടുന്നവനും കുഷ്ഠരോഗി തൊടുന്നവനും അവൻ അശുദ്ധനായിട്ട് മാറും. നന്ദിയോടെ സ്തോത്രം. അവൻ വഴിയാത്ര നടക്കുമ്പോൾ അവൻ്റെ അതിരം മൂടി അശുദ്ധൻ അശുദ്ധൻ എന്നെല്ലാം പറഞ്ഞ് നടക്കണമായിരുന്നു. അവന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലോ വല്ല ഗുഹകളിലോ മാത്രമേ അവന് താമസിക്കുവാനും നടക്കുവാനും സാധിക്കുമായിരുന്നുള്ളൂ. അവന് ദേവാലയത്തിൽ പോകുവാനോ ആരാധിക്കുവാനോ യാഗം കഴിക്കുവാനോ അവന് അനുവാദമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാതെ, ആരും കാണാൻ ആഗ്രഹിക്കാതെ, ആരും തൊടാൻ അറയ്ക്കുന്നതായ പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായി നശിച്ച അവസ്ഥയായിരുന്നു അന്നത്തെ കുഷ്ഠരോഗിയുടെ കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായി, സാമൂഹികമായി, ശാരീരികമായി മരിച്ച് ജീവിക്കുന്ന പോലെ ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, ഏറ്റവും ഈ പരിതാപകര അവസ്ഥയിലായിരുന്ന കുഷ്ഠരോഗി, അവൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞിരുന്ന ആ കുഷ്ഠരോഗിക്ക് അവൻ്റെ ജീവിതത്തിലെ നിർണായകമായൊരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ അവനൊരു സുവർണാവസരം കിട്ടി. നന്ദിയോടെ സ്തോത്രം. ആ ഭാഗ്യവശാല് രൂത്തിന് തന്നെ വീണ്ടെടുക്കുവാൻ അധികാരവും അവകാശമുള്ളവനായ ബോസിൻ്റെ വയലിൽ ചെന്നെത്തുവാൻ ഇടയാക്കിയ സ്വർഗത്തിലെ ദൈവം ഈ കുഷ്ഠരോഗിക്കും തന്നെ സൗഖ്യമാക്കുവാനും നന്ദിയോടെ സ്തോത്രം കഴിവുള്ളവനായ തൻ്റെ വീണ്ടെടുപ്പുകാരനും കർത്താവുമായ കുഷ്ഠരോഗം പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നെത്തുവാൻ വലിയൊരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു ഭാഗ്യമായി പോയി. പ്രിയമുള്ളവരെ, ആ കുഷ്ഠരോഗിക്ക് അന്ന് ആ കാലത്ത് യേശുവിനെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. കർത്താവ് അനേകരെ സൗഖ്യമാക്കിയത്, അത്ഭുതം പ്രവർത്തിക്കനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവനും വിശ്വസിച്ചു, അവനൊന്ന് ആഗ്രഹിച്ചു, യേശുവിൻ്റെ അടുക്കൽ ഒന്ന് ചെന്നാൽ, യേശുവിൻ്റെ അടുക്കൽ ഒന്ന് പോയാൽ എൻ്റെ പ്രശ്നത്തിനും എൻ്റെ കുഷ്ഠരോഗത്തിനും പരിഹാരം കിട്ടുമെന്ന്. അത് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ വ്യക്തമായ നിർണയം, വിശ്വാസമുണ്ടായിരുന്നു, ഈ യേശു ദൈവപുത്രനായ കർത്താവാണെന്ന്. മാത്രമല്ല, യേശു നമസ്കരിപ്പാൻ യോഗ്യനാണ്, ആരാധിപ്പാൻ യോഗ്യനാണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ കവിണ്ണ് വീണ് കർത്താവിനെ നമസ്കരിച്ചത്. മാത്രമല്ല, അന്ന് സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള വൈദ്യന്മാർക്കോ ഡോക്ടർമാർക്കോ മതത്തിലെ മഹാപുരോഹിതന്മാർക്കോ പുരോഹിതന്മാർക്കോ പള്ളി പ്രമാണികൾക്കോ ദേശത്തുള്ള ഏതെങ്കിലും പ്രമാണികൾക്ക് കഴിയാത്തതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് അവന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അവൻ അന്നത്തെ സാമൂഹികമായ എല്ലാ തടസ്സങ്ങളും വിഘ്നങ്ങളും തൃണവൽഗണിച്ചുകൊണ്ട് അവൻ യേശുവിൻ്റെ അടുക്കൽ ധൈര്യത്തോടെ ചെന്ന് കവിണ്ണ് വീണ് യേശുവിനെ നമസ്കരിച്ച് പറഞ്ഞ വാക്യമാണ് നാം ആദ്യം കേട്ടത്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അതിപ്രകാരമാണ്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് എന്ന് പറഞ്ഞാൽ, കർത്താവെ, നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്, നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, നിനക്ക് എല്ലാത്തിനും, നിനക്ക് സകലത്തിനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിവുണ്ടോ എന്ന്. എന്നെ പോലെയുള്ള ഒരാളെ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാത്ത, ആരും കാണാൻ ആഗ്രഹിക്കാത്ത, ആരും തൊടാൻ അറയ്ക്കുന്നതായ, ആരുടെ മുമ്പിൽ വരാൻ കഴിയാത്തവനായ എന്നെ പോലുള്ള ഒരാളെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയുമോ എന്നാണ് കുഷ്ഠരോഗിയുടെ സംശയം. പ്രിയമുള്ളവരെ,
നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന്, എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകാം എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആരെല്ലാം വന്നാലും, ഏതവസ്ഥയിലുള്ളത് വന്നാലും, പ്രിയമുള്ളവരെ, കർത്താവിന് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന്, എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയുമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ എല്ലാം കർത്താവ് പറയുന്ന ഈ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: പ്രിയപ്പെട്ട മകനെ, മകളെ, നിങ്ങൾ എൻ്റെ അടുക്കലൊന്ന് വരിക. നിങ്ങൾ എൻ്റെ അടുക്കലൊന്ന് വന്നാൽ മതി, നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്നോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ വസ്തുക്കൾ എന്നോടൊന്ന് അറിയിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ മതി, അതിനെല്ലാം പരിഹാരം തരാൻ എനിക്ക് പൂർണ്ണ മനസ്സാണെന്ന്. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവായ ആ കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാകുക എന്ന് പറയുന്നതിന് മുമ്പ് അവിടെ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നുണ്ട്. അന്നത്തെ സമൂഹത്തിനോ കർത്താവിൻ്റെ വീട്ടിലുള്ള ശിഷ്യന്മാർക്കോ ആ കുഷ്ഠരോഗി ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് തൻ്റെ തിരുക്കരം നീട്ടി അവളെ ഒന്ന് തൊട്ടു. നന്ദിയോടെ സ്തോത്രം. ആ കുഷ്ഠരോഗി കവിണ്ണി കൊണ്ട്, കർത്താവെ നിനക്ക് മനസ്സിന് ശുദ്ധമാവുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ കൈ നീട്ടി അവളെ ഒന്ന് തൊട്ടു. പ്രിയമുള്ളവരെ, അവൾ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്ദിയോടെ സ്തോത്രം. അവൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു അത്ഭുതമായിരുന്നു അവിടെ നടന്നത്. പ്രിയമുള്ളവരെ, കാരണം ആ കൃഷ്ണയെ പോലെയുള്ള ഇത്രമാത്രം നാറന്തായ, സ്വന്തം അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അവൻ്റെ കൂട്ടുകാരും തൊടാൻ അറയ്ക്കുന്നതായ ഈ എന്നെ യേശു തൊടുമെന്നുള്ളത് കുഷ്ഠരോഗിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിന് അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും അതാണ്. പ്രിയമുള്ളവരെ, നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമാണെന്ന് പറയുന്നവൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിനോട് ചേർക്കുവാൻ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ സമ്മതമാണ്. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വായ കൊണ്ട് ശുദ്ധമാക, എനിക്ക് മനസ്സുകൊണ്ട് ശുദ്ധമാക എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അവൻ തൻ്റെ തിരുക്കരം നീട്ടി അവളെ തൊട്ടു. അവളുടെ കുഷ്ഠരോഗം മാറി, അവൾ സൗഖ്യമായി. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഭാരത്തോടും പ്രയാസത്തോടും ബുദ്ധിമുട്ടോടും വന്നിട്ടിരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, കുടുംബത്തിൽ അസമാധാനം കൊണ്ട് ഉലയുന്നവരായി വൈദ്യശാസ്ത്രം സൗഖ്യം തരാൻ പറ്റാത്ത രോഗവുമായി ആരെങ്കിലും വന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് നിങ്ങളോടും പറയും, എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്. പ്രിയമുള്ളവരെ, അതിലേറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പാദപിടിച്ച് വരാൻ നമുക്ക് മനസ്സുണ്ടോ, അതിന് നമുക്ക് സന്മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്കതിന് മനസ്സുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചെറുവിരൽ അനക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ടെടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പല പല സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് നമ്മുടെ അടുക്കലേക്ക് വരുന്നത് നമ്മളെ സഹായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, എൻ്റെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ വന്ന് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് ഈ ആത്മീയമായ സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഒരു മണ്ടനായി വിഡ്ഢിയായി ജീവിച്ച വ്യക്തിയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ശരീരത്തിൽ പുറമേ കുഷ്ഠമൊന്നുമില്ലായിരുന്നുവെങ്കിലും എൻ്റെ ഹൃദയം മുഴുവൻ പാപകുഷ്ഠം നിറഞ്ഞതായിരുന്നു. എൻ്റെ ആത്മാവും ശരീരവും പ്രാണനും പാപകുഷ്ഠം നിറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം, നാറ്റം വെച്ച അനുഭവത്തിലായിരുന്നു എൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും വേദസം വായിക്കുമ്പോൾ എൻ്റെ പഴയകാല ജീവിതത്തെ ഓർത്ത് ഞരങ്ങുന്നതായ ഞാൻ പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഉരുവിടുന്ന ഒരു വേദവാക്യമുണ്ട്. യെശയ്യാ പ്രവചനൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അതിപ്രകാരമാണ്: തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിയൊരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല എന്ന്. പ്രിയമുള്ളവരെ, തിരുവചന ഭാഗത്തിലെ ഒരു വാക്ക് പോലും മാറ്റിക്കളയാനില്ലാതെ അത്രയ്ക്ക് ആത്മീയമായി അധപ്പതിച്ച് പരിതാപകരമായ അവസ്ഥയിൽ കിടന്ന ഉള്ളം ചീഞ്ഞാർന്ന അനുഭവത്തിലായിരുന്നു പ്രിയമുള്ളവരെ എൻ്റെയും ജീവിതം. എൻ്റെ ദൈവഭക്തരായ മാതാക്കന്മാർ യാക്കോബായ സഭയിലെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് എന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് എൻ്റെ ചെറുപ്രായത്തിൽ വളർത്തി. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ യൗവനകാലത്തെ ഞാൻ കടന്നു വന്നുകൂടി. നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു ക്ലബിൻ്റെ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനവുമായി ചേർന്ന് വരുവാനിടയായി. ആ മുടിയൻ പുത്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ എൻ്റെ വീടിന് പുറത്തുള്ള അനേക പ്രലോഭനങ്ങൾ എന്നെ വശീകരിക്കാൻ തുടങ്ങി. അതുവരെ എൻ്റെ ജീവിതത്തിലില്ലായിരുന്ന
ദൈവത്തിന് വലിയ കൃപയാൽ ഞാൻ ഇന്ന് അറപ്പോടെ വെറുപ്പോടെ കാണുന്ന അനേക പാപങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ഇടയായി. പ്രിയമുള്ളവരെ, മദ്യപാനത്തിലേക്കും പോവലിയിലേക്കും അശുദ്ധമായ ശീലങ്ങളിലേക്കും വെറുക്കൂത്തുകളിലേക്കും പ്രിയമുള്ളവരെ പുറമേ പറയാൻ ലജ്ജയുള്ള പല മലകളും ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധമായിരുന്നു. അനേക ഹീനമായ സ്വപ്നങ്ങൾക്ക് ഞാൻ അടിമയായി ജീവിച്ച കാലം. നന്ദിയോടെ സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരത്ത് കൂടുമ്പോൾ എവിടെയെല്ലാം പോകുന്നവനും എന്തെല്ലാം പറയുന്നവനും എന്തെല്ലാം കുടിക്കുന്നവനും പ്രിയമുള്ളവരെ എന്ത് വൃത്തികെട്ട പാട്ടുകൾ പാടുന്നവനും എവിടെയെല്ലാം പോയി ഒളിഞ്ഞു നോക്കുവാനും ഒരു ലജ്ജയുമില്ലാതെ ഞാൻ ജീവിച്ച കാലം. അന്നെൻ്റെ ദേശത്ത് സുലഭമുണ്ടായിരുന്ന കള്ള് ഷാപ്പുകൾ കൂട്ടുകാരൊത്തു കൂടി കള്ള് ഷാപ്പുകൾ മാറി മാറി കള്ളു കുടിച്ച് നടന്നതും ബാറുകൾ മാറി മാറി മദ്യപിച്ച് നടന്നതും തിയേറ്ററുകൾ മാറി മാറി അരുതാത്ത അശ്ലീലമായ സിനിമകളെല്ലാം കണ്ടു നടന്നത് ഞാനിന്ന് ലജ്ജയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ കൂട്ടുകാരൊത്ത് മദ്യപിച്ച് ഛർദ്ദിച്ച് വെളിവില്ലാതെ പല സ്ഥലങ്ങളിലും മണിക്കൂർ കടന്ന ഒരു മഹാപാപിയായിരുന്നു ഞാൻ. എൻ്റെ മാതാക്കന്മാരെ അനുസരിക്കുകയില്ലായിരുന്നു. എൻ്റെ പിതാവും മാതാവും എന്നെ ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശിച്ചിട്ട് യാതൊരു പ്രയോജനമെന്ന് കരുതി എന്നെ ഉപദേശിക്കാതിരുന്ന ഞാനിന്ന് വളരെ സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ തോന്നിയമാര് ജീവിച്ച കാലഘട്ടത്താണ് 1997 നമ്മുടെ കൂട്ടായ്മയുടെ യങ്മൻ ഫെലോഷിപ്പ് കോലഞ്ചേരിയിൽ ആരംഭിച്ചത്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അതിലേക്ക് എന്നെ സ്നേഹത്തോടൊന്ന് വിളിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ചെന്ന് പങ്കെടുക്കുവാൻ എനിക്ക് വലിയൊരു കൃപ കിട്ടി. തുടർന്ന് ഏതോ ഒരു ദൈവസ്നേഹത്താൽ കടന്നു പിടിക്കപ്പെട്ടവനായി നിരന്തരം കൂട്ടായ്മയുടെ ഒരൊറ്റ മീറ്റിംഗ് പോലും മുടക്കാതെ ഞാൻ സ്ഥിരം പങ്കെടുത്തു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അന്ന് എന്നെ കടന്നു പിടിച്ചതായിരുന്നു എന്ന് ഇന്ന് ഞാൻ നല്ലവണ്ണം തിരിച്ചറിയുന്നു. നന്ദിയോടെ സ്തോത്രം. സ്ഥിരമായി കൂട്ടായ്മയിൽ പങ്കെടുത്തു. എൻ്റെ സമപ്രായക്കാരെ അനേകരുടെ അനുഭവ സാക്ഷ്യം കേട്ടു. പ്രിയമുള്ളവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളായി ഗുണ്ടകളായി കൂലിത്തലുകാരെ നടന്ന അനേകർ, വീട്ടിൽ മാതാക്കന്മാർക്ക് കണ്ണീർ കൊടുത്ത അനേകർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് അവരുടെ സ്വഭാവം മാറിയത്, അവർ മാനസാന്തരപ്പെട്ടത്, അവർ അനുഭവിക്കുന്ന സ്വസ്ഥയും സമാധാനം അവരുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എനിക്ക് വ്യക്തമൊരു ആഗ്രഹം തന്നു. എനിക്കൊന്ന് മാറണമല്ലോ, എനിക്കൊന്ന് മാനസാന്തരപ്പെടണമല്ലോ എന്ന്. മാത്രമല്ല പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഹൃദയം പാപകുഷ്ഠം നിറഞ്ഞ നാറെന്താണെന്ന്. അലാസറിൻ്റെ കല്ലട പുറത്ത് നാറ്റം ഇല്ല എങ്കിലും അകം ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ അകം ചീഞ്ഞു നാറുന്ന അനുഭവമാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. മാത്രമല്ല, ഒരു മരണമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, അതുവരെയും അന്നത്തെ അവസരം ഞാൻ മരിച്ച് കടന്നു പോയാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമായി ബോധ്യം തന്നു. പ്രിയമുള്ളവരെ, നിരന്തരം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആഴത്തിൽ കുറ്റബോധവും ഭാവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. അതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന പാപങ്ങളോടും പാവഴികളോടും യാത്ര പറഞ്ഞ് പിശാചിനെ ഉപേക്ഷിച്ച് യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിപ്പാൻ, ഇനി മുതൽ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യില്ല കർത്താവ് എന്ന് തീരുമാനമെടുക്കുവാൻ, എൻ്റെ യേശുവെ ഒരു അവസരം കിട്ടിയാലും പാപത്തിലേക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എൻ്റെ കാഴ്ചപ്പാട് മാറ്റി, മനോഭാവം മാറ്റി, അവൻ്റെ ലക്ഷ്യം നിത്യവനാക്കി തന്നു. പ്രിയമുള്ളവരെ, അതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രകടമായ സകല പാവങ്ങൾ എന്നിൽ നിന്ന് തെറിച്ചുപോയി. ഒരു ഇരുള് മാറി വെളിച്ചം വന്ന ഒരു അനുഭവം. വിറഞ്ഞുകൊണ്ട് കോപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറിപ്പോയി. പ്രിയമുള്ളവരെ, അനേകരോട് എനിക്ക് വഴക്കുണ്ടായിരുന്നു, അനേകർക്ക് എന്നോട് വഴക്കുണ്ടായിരുന്നു. അവരെല്ലാം അടുക്കൽ പോയി ഒരു ലജ്ജയും കൂടാതെ ക്ഷമ ചോദിച്ച് നിരപ്പായത്. തുടർന്ന് സ്നേഹത്തോടെ പെരുമാറിയത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ മാതാക്കന്മാരെ അടുത്ത് പോയി ഞാൻ ക്ഷമ ചോദിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഏറെ അവരെ കണ്ണീര് കുടിപ്പിച്ചതായിരുന്നു. എൻ്റെ പിതാവ് എന്നെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഞാനിന്ന് നന്ദിയോടെ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലത് എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിയർപ്പത്തിലേക്കും വലിച്ചു കയറ്റി ആഴമുള്ള കുഴിയിലേക്കും എന്നെന്നും തിരിഞ്ഞുനോക്കി നന്ദിയുള്ളവനായി, നന്ദിയോടെ സ്തോത്രം, നന്ദിയുള്ളവനായി പ്രിയമുള്ളവരെ വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വയൽ പ്രദേശത്ത് എന്ന് ഉറച്ചു നിൽക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതായ കർത്താവ് യേശു ക്രിസ്തു വാസ്തവമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം കുഷ്ഠരോഗിയുടെ സ്ഥാനം നമ്മെ തന്നെ കണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ നാം വരികയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് ആ കുഷ്ഠരോഗിയെ തൊട്ടതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരം നമ്മുടെ സകല പാപകുഷ്ഠങ്ങൾക്കും കാൽവറിയിൽ പരിഹാരം വരുത്തിയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുറിഞ്ഞതായ ആ മുറിഞ്ഞ കരമായി ഇന്ന് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുറിഞ്ഞ കരം നമ്മെ തൊടും, നമ്മെ സൗഖ്യമാക്കും,
നമ്മുടെ പാപകുഷ്ഠങ്ങളെല്ലാം മാറ്റും. പ്രിയമുള്ളവരെ, നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഏതാനും കാര്യം എല്ലാ ഒന്നാം ഞായറാഴ്ചയും ഇവിടെ ട്രേഡ് സെൻറ്ററിൽ 2:30 മുതൽ 4:30 വരെ മീറ്റിംഗ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നതാണ്. അതേ ദിവസം തന്നെ യുവാക്കളുടെ മീറ്റിംഗ് 1:30 മുതൽ 2 വരെയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് 3-ാം ഞായറാഴ്ച കുറിച്ചി ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഇതേ സമയം 2:30 മുതൽ 4:30 വരെ യോഗമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വനിതാ സമാജം നടക്കുന്നത് ഡോക്ടർ രമണി ആൻ്റിയുടെ ഭവനത്തിലാണ്. അത് എല്ലാ 4-ാം ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്താണ്. ഇനി അടുത്തതായി വരുന്ന യോഗം നമ്മുടെ വരുന്ന ശനിയാഴ്ച 2-ാം ശനിയാഴ്ച 9 മണി മുതൽ 1 മണി വരെ നമ്മുടെ പാങ്ങോടുള്ള കാൽവറി ഹിൽസ് ഓഡിറ്റോറിയത്തിലാണ്. ഇവിടുന്ന് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയവും നിങ്ങൾക്കറിയാവുന്നല്ലോ. ഈ മാസം ഒരു വിശേഷാൽ യോഗം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച, അതായത് വരുന്ന ഞായറാഴ്ചയാണ്, വൈകിട്ട് 6:30 മുതൽ 8:30 വരെ കൊല്ലാടുള്ള ലീനാൻ്റിയുടെ ഭവനത്തിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. അതിനും കോട്ടയത്തിൽ നിന്ന് ഒരു വണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയങ്ങൾ വാട്സാപ്പിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഗാനം കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ കൂട്ടായ്മയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ബിജു ചേട്ടനാണ് പാടുന്നത്. അതിനുശേഷം നമുക്ക് വചന ശുശ്രൂഷ നൽകുന്നത് നമുക്ക് മഴുവന്നൂരിൽ നിന്ന് വന്നിരിക്കുന്ന ചമ്പിൽ ജോർജ് ചേട്ടനായിരിക്കും. ഇപ്പോൾ ഗാനം പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. ഒരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിലെനിക്കൊരു തുണ നീയേ, പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നികുണ്ഡത്തിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും അഗ്നികുണ്ഡത്തിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം തകരും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. ഉള്ളം തകരും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ, എന്നെ വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ, പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ.
ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണില്ലെൻ്റെ ആശ്വാസമാ, എന്നും മണ്ണില്ലെൻ്റെ ആശ്വാസമാ. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണില്ലെൻ്റെ ആശ്വാസമാ, എന്നും മണ്ണില്ലെൻ്റെ ആശ്വാസമാ. എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ഇണയാകും ഉറുപ്രാവു പോ ഉറുകുന്നൻ പ്രിയനിൽ ചേരുവാ. ഇണയാകും ഉറുപ്രാവു പോ ഉറുകുന്നൻ പ്രിയനിൽ ചേരുവാ. കാന്താ വരുവാ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. കാന്താ വരുവാ താമസമെങ്കിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്ന് അവിടുത്തെ വചനത്തിൻ്റെ അരികിൽ ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. കരുണയുള്ള കർത്താവേ, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിൻ്റെ മക്കളായ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറവുള്ളവരായി നിസ്സാരരായി ജീവിതത്തിലെ അനേക പ്രശ്നങ്ങളിലേക്ക് നോക്കി വാടി തളർന്നവരായി ആശയറ്റവരായി അടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ വന്നിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നുവല്ലോ ദൈവമേ. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രകൃതി അറിയുന്ന, ഞങ്ങൾ പൊടിയാണ്, നിസ്സാരരാണെന്ന് അറിയുന്നവനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ അടിയങ്ങളിന്ന് കടന്നു വന്നിരിക്കുന്നു. അവിടുന്ന് അടിയങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുവചനം കൊണ്ട് ഞങ്ങളെ തഴുകണമേ. കർത്താവേ, തിരു രക്തം കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ,
ജീവനും സമൃദ്ധിയായ ജീവനും അടിയങ്ങളുടെ മധ്യത്തിൽ നിന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബന്ധനത്തിൽ വന്നിരിക്കുന്നവരിൽ നിന്ന് സ്വതന്ത്രരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിസ്സാരനായ അടിയനെ അവിടുത്തെ കുരിശിൻ്റെ മറവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരു രക്തത്തിൻ്റെ വലയത്തിൽ ഞങ്ങളെ ഇരുത്തണമേ. ജയിക്കപ്പെട്ട സ്ലീബ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദുടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ചേർന്ന് പാടാം. കുരിശെടുത്തന്നെ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ. ദൈവത്തിൻ്റെ സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിൽക്കുവാൻ ഒരവസരം കൂടി കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം തിരുവചനത്തിൽ നിന്ന് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചേക്കാം. യെരമ്യാ 31-ന്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ ദൈവത്തിന് ഒരു പുരുഷനില്ലാതെ വരികയില്ല. 17-31. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നിരാശയോടെ നാളെ എന്താകുമെന്നറിയാതെ, എനിക്കൊരു ഭാവിയുണ്ടോ എന്നറിയാതെ മനുഷ്യൻ ഈ ലോകത്തിൽ ആകുലതയോടും നിരാശയോടും രോഗത്തിലേക്കും പ്രയാസങ്ങളിലേക്കും എല്ലാം നോക്കി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തൻ്റെ മക്കളോട് പറയുന്നതാണ് നാം വായിച്ചു കേട്ടത്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ്റെ ഭാവിയിലേക്ക് നോക്കി നാം നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്, നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവമക്കളെ, ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും ദൈവം ശോഭനമായ ഒരു ഭാവി, പ്രത്യാശയുള്ള ഒരു ജീവിതം, പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു ജീവിതം കർത്താവ് മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ആ നുറുങ്ങു വാക്യം പതിഞ്ഞിരിക്കണം. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവർക്ക് പ്രത്യാശ തരുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. നിരാശയിൽ ആണ്ടുപോയവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. മരിക്കണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യന് ജീവിക്കാനുള്ള ആഗ്രഹം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എന്തിനു ജീവിക്കുന്നുവെന്ന് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യന് എനിക്ക് നിത്യതയിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എത്തണമെന്നുള്ള ആ ദിശാബോധം നൽകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട, ഈ നാളുകളായി പിശാചിൻ്റെ ബന്ധനത്തിലിരിക്കുന്ന മനുഷ്യനെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ അധികാരമുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യർക്കാർക്കും മനുഷ്യൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യർക്കാർക്കും മനുഷ്യരിൽ നിന്ന് ഒരു ദുരാത്മാവിനെയും ശാസിച്ചകറ്റാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും മനുഷ്യൻ്റെ ആത്മാവിന് വീണ്ടെടുപ്പ് കൊടുക്കാൻ കഴിയുകയില്ല. എന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ കൃപയുടെ വ്യാപാരത്തിൻ്റെ അരികിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിക്കും, നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങളെ അകറ്റും. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം.
പ്രിയപ്പെട്ട, എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രത്യാശ ലഭിക്കാത്തത് നാം ചിന്തിക്കാറുണ്ടോ? എത്രയോ കാലമായി നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ നാം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ നമുക്ക് എത്ര പേർക്ക് ഭാവിയിലേക്ക് നോക്കിയിട്ട് പ്രത്യാശയുണ്ട് എന്ന് പറയാൻ, എനിക്ക് ഭാവി കാലമോർത്ത് പുഞ്ചിരിയിടുവാൻ കഴിയുന്നു എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു? അനേകരുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട, വാസ്തവമായും ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരിയിടുന്ന അനുഭവം, അല്ലെങ്കിൽ എനിക്ക് ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് ചിന്തിക്കുന്നവർ അനേകരില്ല, കുറവാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഈ ലോകത്തിലെ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുന്നവരാണ് അനേകരും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട, ദൈവവചനം നമുക്ക് ശക്തിയും കൃപയും തരുന്നതാണ്. എന്നാൽ നാം ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരല്ല അനേകരും. നാം വചനം കേൾക്കുന്നുണ്ടെന്നാൽ ഈ വചനപ്രകാരം ജീവിക്കണമെന്നോ, വചനപ്രകാരം എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നയിച്ച് നിത്യതയിൽ എനിക്ക് എത്തണമെന്നുള്ള ഒരു വ്യക്തിപരമായ ദാഹവും സമർപ്പണവും അനേകരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട, വചനം കേൾക്കാൻ വരുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയും ഒരു സമാധാനവും ഒക്കെ ലഭിക്കും. എന്നാൽ ജീവിതത്തിൽ കാതലായ മാറ്റം വരുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഭക്തൻ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി, ദൈവവചനം മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കുവാനുള്ളതല്ല, പിന്നെയോ മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന്. നാം കേട്ട് പലതും പഠിച്ചിട്ടുണ്ട്, നാം അനേക കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, നാം ചിന്തിച്ച് നോക്കണം, എൻ്റെ സ്വഭാവം മാറിയോ? എനിക്ക് രൂപാന്തരം വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നാം എത്ര കാലം വന്നു എന്നുള്ളതല്ല, എനിക്ക് രൂപാന്തരം വന്നിട്ടുണ്ടോ? എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. സ്വഭാവം മാറിയില്ലെങ്കിൽ പ്രിയപ്പെട്ട, എത്ര കാലം വന്നു, ഏത് കൂട്ടായ്മയിലായിരുന്നു, ഏത് സഭയിലായിരുന്നു, ഇതൊന്നും പ്രയോജനമുള്ള കാര്യങ്ങളല്ല. ദൈവമക്കളെ, നമ്മുടെ ആളത്വം രൂപാന്തരപ്പെടണം, നമ്മുടെ സ്വഭാവം മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വഭാവം മാറാത്ത ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. സ്വഭാവം മാറാത്ത ദൈവവേല കൊണ്ട് ഒരു പ്രയോജനവും ആർക്കും ലഭിക്കുകയില്ല. ദൈവമക്കളെ, സ്വഭാവം മാറണം, നമ്മുടെ ഹൃദയം മാറണം, നമ്മുടെ ആളത്വം മാറണം, നാം പുതിയ സൃഷ്ടികളായി തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയാനുള്ള ഹൃദയ പ്രാഗൽഭ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിലേ നാം ദൈവവേലയോട് ചേർന്ന് നിന്നു, വേല ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രയോജനം ലഭിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രൂപാന്തരം വരണം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വഭാവം മാറാത്ത ഒരു മനുഷ്യനെ കൊണ്ടും കർത്താവിന് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം മാറാത്തത്, അല്ലെങ്കിൽ നമ്മുടെ നിരാശ മാറാത്തത്? നമുക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയുണ്ടെന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് കർത്താവിൻ്റെ ആ വചനത്തിലും അവൻ്റെ കൃപയിലുമുള്ള വിശ്വാസം ലഭിക്കാത്തതുകൊണ്ട് നാം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നോക്കി, രോഗങ്ങളിലേക്ക് നോക്കി, കടത്തിലേക്ക് നോക്കി, മക്കളുടെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നോക്കി, ഭർത്താവിൻ്റെ മദ്യപാനത്തിലേക്ക് നോക്കി, പ്രിയപ്പെട്ട ഭാര്യയുടെ ദുസ്വഭാവത്തിലേക്ക് നോക്കി, പൊരുത്തപ്പെട്ടു പോകാത്ത കുടുംബജീവിതത്തിലേക്ക് നോക്കി, ഇതെല്ലാം ഈ ലോകത്തിലെ അനേക വിഷയങ്ങളിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ നിരാശപ്പെട്ടിരിക്കുന്നവരാണ് അനേകരും. ദൈവത്തിൻ്റെ സ്തോത്രം. നിരാശ കൊണ്ട് മൂടിപ്പോയ ഹൃദയങ്ങൾ, അവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നിരാശ മൂടിയവരായി, ഇരുളടഞ്ഞവരായി, ഭാവി അടച്ചുപോയവരായി ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർപ്പിക്കുകയാണ്, മകളെ, ഇനിയും നിനക്ക് ശോഭനമായൊരു ഭാവിയുണ്ട് എന്ന്. അടഞ്ഞുപോയ വാതിലുകളെല്ലാം തുറന്നു തരാൻ അധികാരമുള്ളവനാണ് യേശുക്രിസ്തു എന്ന്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ആ വചനം, എൻ്റെ ഭാവിയെക്കുറിച്ച് ഇനിയും പ്രത്യാശയുണ്ട് എന്ന്. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യാശ തരുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ,
എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവമക്കളെ, കർത്താവ് അധികാരത്തോടെ പറഞ്ഞ ഒരു വാക്കാണ് എന്ത്? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് പ്രശ്നങ്ങളെ കൊണ്ടു ചെല്ലുവാനാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടു ചെല്ലാൻ, ഇറക്കി വെക്കാൻ, പരിഹാരം തരാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീനെന്ന്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആ ശിഷ്യന്മാരോട് നോക്കി അവരോട് പറഞ്ഞത് എന്താണ്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുള്ളവരല്ല, അവിശ്വാസികളാണ്. അതുകൊണ്ടാണ് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്തത്. എന്നാൽ കർത്താവ് പറഞ്ഞു ആ പ്രശ്നം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക, അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവീനെന്ന്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യിരെമ്യാ 29:11. ഞാൻ നിവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ കുറിച്ച് നിരൂപിക്കുന്നു എന്ന്. എന്ത്? നാം ഓരോരുത്തരും പ്രത്യാശിക്കുന്നതായ ശുഭഭാവി നമുക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുന്നു എന്ന്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ സൗകര്യം. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് നിരൂപിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് നിരൂപണങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ശുഭഭാവി വരണമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. പിന്നീട് ദൈവം പറയുകയാണ്, വായിച്ചോ, അവ തിന്മയ്ക്കല്ല. ഒരു മനുഷ്യനും ചിന്തിക്കുന്ന പോലെ നമ്മുടെ ഭാവിയിലേക്ക് വരാൻ പോകുന്നത് തിന്മയല്ല, തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല. വായിച്ചോ, നന്മയ്ക്കുള്ളത് അത്രയേ ഉള്ളൂ നിരൂപണങ്ങൾ. ദൈവം നമ്മെക്കുറിച്ച് ഒരിക്കലും തിന്മയ്ക്കുള്ളത് നിരൂപിക്കുന്നില്ല. നന്മ മാത്രം ആഗ്രഹിക്കുന്ന, നമ്മുടെ നന്മ മാത്രം കൊതിക്കുന്ന, നമ്മുടെ നന്മ നിരൂപിക്കുന്നവനാണ് ദൈവം എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നന്മ വരണമെന്ന് നിരൂപിക്കുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണമെന്ന്. എനിക്കിനിയും ഒരു ഭാവിയുണ്ട് എന്ന്, എനിക്കിനിയും ഒരു നല്ല കാലമുണ്ട് എന്ന്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന്, എൻ്റെ ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കുമെന്ന്, എൻ്റെ ദൈവം എൻ്റെ കടമെല്ലാം മാറ്റിത്തരുമെന്ന്, എൻ്റെ ദൈവം എൻ്റെ രോഗമെല്ലാം എടുത്തു മാറ്റിത്തരുമെന്ന്. അല്ല, ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് എന്നെ ആത്മാവിൽ ശുദ്ധീകരിച്ച് നിത്യജീവൻ്റെ ഓഹരി തന്ന് സ്വർഗരാജ്യത്തിലേക്ക് എന്നെ ആനയിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് എപ്പോഴും പ്രത്യാശയുണ്ടായിരിക്കണം. ദൈവമക്കളെ, എത്ര കാലം വചനം കേട്ടു, എന്തെല്ലാം തീരുമാനമെടുത്തു, എന്നിട്ടും ജീവിതം മാറിയില്ലോ എന്നോർത്ത് നിങ്ങളാരും നിരാശപ്പെട്ടിരുന്നുകൊണ്ട് പ്രയോജനമില്ല. ദൈവമക്കളെ, ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. കുരിശിലേക്ക് നോക്കി പ്രത്യാശ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെടുകയാണ്, അല്ലെങ്കിൽ അവനിലേക്ക് തന്നെ ചുരുണ്ടുകൂടുകയാണ്. അനേകരുടെ ഹൃദയം പറയുമെന്ന്, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിവില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിവില്ല, എൻ്റെ ഭാവിയെല്ലാം തീർന്നു, എനിക്കിനി ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവമക്കളെ, ഒരിക്കലും നാം അങ്ങനെ പറയരുത്. നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്, നമ്മെ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യവും നരിയുമുള്ള കാലത്തും നമ്മെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടിരിക്കുന്ന ഒരു
ദൈവമുണ്ട്. ദൈവമക്കളെ, നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയണം, അവനിൽ ആശ്രയിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന് അനേകർ ചോദിക്കുന്നതാണ്. എന്നെ ആര് സഹായിക്കും? എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് ആര് വിടുവിക്കും? എൻ്റെ ഈ രോഗാവസ്ഥയിൽ ആരെന്നെ സഹായിക്കും? ഈ കടം വീട്ടാൻ ആരെന്നെ സഹായിക്കും? ദൈവമക്കളെ, എപ്പോഴും നാം മനുഷ്യനിലേക്കും സ്വന്തക്കാരിലേക്കും ബന്ധക്കാരിലേക്കും കൂട്ടായ്മകളിലേക്കും എല്ലാം നോക്കി നിരാശയുടെ ചോദ്യമാണ് അനേകരുള്ള. എന്ത്? ആരെന്നെ വിടുവിക്കുമെന്ന്, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നതെന്ന്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം സഹായമില്ലാതെ, ആശ്വാസമില്ലാതെ, ആശ്രയമില്ലാതെ, നിരാശ കൊണ്ട് നെടുവീർപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൃഷ്ടി കൊണ്ടുപോകുമ്പോൾ വചനം നമ്മെ ശക്തിപ്പെടുത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരും. ദൈവമക്കളെ, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കരം വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിലും ദൈവമക്കളെ, ദൈവം കരം വയ്ക്കും. നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ അടുക്കൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, സഹായം ഒഴുകി വരുന്നൊരു പർവ്വതമുണ്ട്. അതിൻ്റെ താഴ്വാരത്തിരുന്ന് നമുക്ക് ആ കുരിശിലേക്ക് നോക്കാൻ കഴിയണം. സഹായിക്കുന്നവനായ ദൈവം, ദൈവമക്കളെ, ആശ്രയം അറ്റുപോയവർക്ക് ആശ്രയമായി വരുന്നവനായ ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭക്തന്മാർക്ക് ആശ്രയവും തുണയും വിടുതലുമായി നിന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കാൻ കഴിയണം, കർത്താവിനെ ഏൽപ്പിക്കാൻ കഴിയണം. ഇതെല്ലാം പരിഹരിക്കാൻ, ഇതിനെല്ലാം പരിഹാരം വരുത്താൻ കഴിവുള്ളവനായ മതിയായവനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ആ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്, എൻ്റെ പ്രശ്നം ഞാൻ കുരിശിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു അവരോട് പറഞ്ഞതാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന്. ദൈവമക്കളെ, ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, അന്നത്തെ ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ കഴിഞ്ഞില്ല, യെരുശലേം ദേവാലയത്തിന് കഴിഞ്ഞില്ല, മഹാപുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ആ അപ്പൻ്റെ ഹൃദയത്തിലെ വേദന മാറ്റാൻ, ആ അപ്പൻ്റെ മകന് ഒരു സൗഖ്യം കൊടുക്കാൻ, പ്രിയപ്പെട്ടവരെ, അന്ന് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ അവരുടെ അരികിലേക്കാണ് അപ്പം കൊണ്ടുവന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുകയാണ് ദൈവമക്കളെ, അതിനു മുമ്പ് അപ്പൻ എത്രയോ സഭയിലെ ഉന്നതന്മാരുടെ അരികിൽ, പ്രിയപ്പെട്ടവരെ, നിലയും വിലയുമുള്ളവരുടെ അരികിൽ, വൈദ്യന്മാരുടെ അരികിൽ, എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ അരികിലെല്ലാം അപ്പൻ ആ പ്രശ്നമുള്ള, ആ വേദനയുള്ള, ആ രോഗമുള്ള ആ മകനെ കൊണ്ടുചെന്ന് കാണും. നിങ്ങൾ ചിന്തിച്ച് നോക്കി ദൈവമക്കളെ, 1-2 വർഷമല്ല ആ മകന് രോഗം വന്നിട്ടായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എവിടെ കൊണ്ടുചെന്നിട്ടും ഒരു പരിഹാരവും വരുത്താൻ കഴിയാത്ത ആ മകനെയാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അരികിലേക്ക് കൊണ്ടുചെന്നിട്ട് ആ അപ്പൻ ചോദിച്ചു, എൻ്റെ മകനെ ഒന്ന് സൗഖ്യമാക്കാവോ? എൻ്റെ മകൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ ഒരു പരിഹാരം വരുത്തി തരാമോ? നാളുകളായി, വർഷങ്ങളായി ഞങ്ങൾ വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ്റെ രോഗം എന്താ പ്രിയപ്പെട്ടവരെ? ആ അപ്പനത് പറയുന്നുണ്ട്. ഇവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊല്ലുവാൻ ദുരാത്മാവ് ശ്രമിക്കുകയാണ്. അവൻ നിലത്ത് വീഴുന്നുണ്ട്, നുരയ്ക്കുന്നുണ്ട്, പല്ല് കടിക്കുന്നുണ്ട്, നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഭൂതബാധയാണ്. അത് എപ്പോഴാണ് വന്നതെന്ന് ആ അപ്പനോട് യേശു ചോദിച്ചപ്പോൾ അപ്പൻ പറയുന്നുണ്ട്, ഇവനെ ചെറുപ്പം മുതൽ, ബാല്യം മുതൽ ഈ ബാധ ഇവനെ പിടിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ വലഞ്ഞു പോയിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, ആ വലഞ്ഞുപോയ പ്രശ്നവുമായിട്ടാണ് അപ്പൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ചെന്നത്. എന്നാൽ ദൈവമക്കളെ, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അതിലൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അതുകൊണ്ട് അപ്പൻ നിരാശപ്പെട്ടില്ല കേട്ടോ. കൂട്ടായ്മക്കാരോട് പറഞ്ഞു, ദൈവമക്കളോട് പറഞ്ഞു, സഭയിലെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞു, വലിയ വലിയ ഡോക്ടർമാരുടെ അരികിലൊക്കെ കൊണ്ടുചെന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, അതുകൊണ്ടൊന്നും അപ്പൻ തളർന്നു പോയില്ല, അപ്പൻ നിരാശപ്പെട്ടു പോയില്ല. ഇനി മതി, ഇതിനൊരു പരിഹാരമില്ല എന്ന് ചിന്തിച്ച് അപ്പൻ വീട്ടിലേക്ക് പോയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചേ,
19 വാക്യം ഒന്നുകൂടി വായിച്ചേ. മർക്കോസ് 9:19. അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിക്കുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. വായിച്ചോ. എത്രത്തോളം നിങ്ങളെ പൊറുക്കും. എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയാണ്, അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീനെന്ന്. ദൈവമക്കളെ, ഞാൻ എളിമയോടെ പറയട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും ദൈവമക്കളെ, ഈ ലോകത്ത് ആരോടും പറയാൻ കഴിയാത്ത, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത നീറുന്ന പ്രശ്നവുമായി ഇന്ന് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരുണയുള്ള കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിൽ വന്നിട്ട് അവിടുന്ന് നിങ്ങളോട് പറയുകയാണ്, മകനെ, മകളെ, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട മാതാവേ, ആ പ്രശ്നം അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന് എൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, സമൂഹത്തിന് കഴിഞ്ഞില്ല, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ആ പ്രശ്നം ഇപ്പോൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാം ഇറക്കി വെക്കാൻ കൊള്ളാവുന്നൊരു പാദപീഠമാണ് കേട്ടോ. എല്ലാ വേദനകളും തുറന്നു പറയാൻ നല്ലവനായ കർത്താവാണ് കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, അവൻ്റെ പാദപീഠത്തിലിരുന്നാൽ എല്ലാം തുറന്നു പറയാം. അവൻ്റെ പാദപീഠത്തിലിരുന്ന് എത്ര സമയം നമ്മുടെ ഹൃദയം പകർന്നാലും അവൻ മതിയെന്ന് പറയുകയില്ല. അവൻ്റെ കുരിശിൻ്റെ വീട്ടിലിരുന്നിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് അപ്പാ എന്ന് വിളിക്കുമ്പോൾ, ദൈവം ഇതിലെ നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശു. നിന്നെ സ്നേഹിക്കുന്നവനാണ് യേശു. മകളെ, നിന്നെ കരുതുന്നവനാണ് യേശു. നിനക്ക് ഈ ഭൂമിയിൽ ആരും ആശ്രയമില്ലെങ്കിലും, ആരും താങ്ങും തണലുമില്ലെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ കരുതുന്നു. അവൻ നിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവവേദലേ, അവൻ നിന്റെ അരികിൽ വന്ന് അവൻ ഇരുകരവും നീട്ടി നിൽക്കുകയാണെന്ന്. അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. പ്രശ്നം എന്തുമാകട്ടെ, എത്ര പഴക്കമുള്ളതുമാകട്ടെ, ഒരിക്കലും പരിഹാരമില്ലാത്തതാകട്ടെ, ഈ ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതാകട്ടെ, ഈ എൻ്റെ സഹോദര, എത്ര കഠിനമേറിയ പ്രശ്നമാണെങ്കിലും യേശു പറയുകയാണ്, മകനെ, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ചില അപ്പന്മാരോട് ഇപ്പോൾ എൻ്റെ യേശു പറയുന്നുണ്ട്, നിന്റെ മക്കളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന്. ചില സഹോദരിമാരോട് ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മദ്യപാനിയായ നിന്റെ ഭർത്താവിനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക മകളെ എന്ന് യേശു പറയുകയാണ്. അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനുണ്ട്, എന്തെല്ലാം അവൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കാനുണ്ട്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കുക. പാപത്തിന്റെ മേൽ ജയമില്ലാത്തവര്, ജീവിത വിശുദ്ധി പാലിക്കാൻ കഴിയാത്തവര്, ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം നയിക്കുന്നവര്, കുടുംബത്തിൽ നിന്ന് കലകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവര്, ഭാര്യാഭർത്തൃ ബന്ധം തകർന്നു പോയവര്, ആത്മീയ ജീവിതത്തിൽ ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാത്തവര്, എറിയപ്പെട്ടവരെല്ലാം കർത്താവ് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീനെന്ന്, അവനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീനെന്ന്. ദൈവമക്കളെ, എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവ് കരം വെക്കും കേട്ടോ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പ് വചനം പറഞ്ഞ ദൈവം പറഞ്ഞില്ലേ, അവൻ്റെ അടുക്കൽ വന്ന എല്ലാവർക്കും അവൻ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ദൈവമക്കളെ, യേശുവിൻ്റെ അരികിൽ ചെന്ന ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ തിരുവചനമൊക്കെ വായിക്കണം, ധ്യാനിക്കണം. ഒറ്റ മനുഷ്യനെ പോലും കർത്താവ് വെറുതെ അയച്ചു കളഞ്ഞില്ല, വെറും കൈയായിട്ട് വിട്ടില്ല. ദൈവങ്ങളെ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഹൃദയം മടുത്തു പോകുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവങ്ങളെ, നാം മനസ്സിലാക്കണേ, എന്ത്, ആരെയും എൻ്റെ കർത്താവ് നിരാശയോടെ വിട്ടിട്ടില്ല, വെറും കൈയായി വിട്ടിട്ടില്ല, വന്ന അവസ്ഥയിൽ മടക്കി വിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാ അവസ്ഥ മാറി. ഇപ്പോൾ നാം കേട്ടില്ലേ, കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അരികിൽ വന്നു. ദൈവമക്കളെ, കർത്താവിന് കുഷ്ഠമല്ല വിഷയമാണോ? കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കാലത്തൊക്കെ ധ്യാനിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ ഒന്നിച്ച് യേശുവിൻ്റെ അരികിൽ വന്നു. അവർ കുഷ്ഠം മാറാൻ വന്നതാ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ച് നിങ്ങളുടെ കുഷ്ഠം മാറിയെന്ന്
അവർ സർട്ടിഫിക്കറ്റ് തരുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ 10 പേരും പോവുകയാണ് ഇങ്ങോട്ട് പുരോഹിതന്മാരുടെ അരികിലേക്ക്. ഞങ്ങളുടെ കുഷ്ഠം മാറിയെന്ന് പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തണം. അത് പഴയ നിയമത്തിലുള്ളതാണ് ദൈവമക്കളെ. എന്നാൽ ആ 10 പേര് യാത്ര പുറപ്പെട്ടപ്പോൾ ആ 10 പേര് ശുദ്ധരായി എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ 9 പേര് പുരോഹിതന്മാരുടെ അരികിലേക്ക് പോയി, ഒരാൾ പുറകോട്ട് നടന്നു. ദൈവത്തിന് ദൈവമക്കളെ ഇന്ന് മനസ്സിലാക്കണം, 10 പേര് ശുദ്ധരായി, 9 പേര് കർത്താവ് പറഞ്ഞതുപോലെ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോയി. തെറ്റു പറയാൻ കഴിയുമോ? കർത്താവ് പറഞ്ഞു വിട്ടതാ അവരെ, നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്ത് പോയി നിങ്ങളുടെ കുഷ്ഠം മാറിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുമെന്ന്. എന്നാൽ ദൈവമക്കളെ, അതിലൊരാൾ അവൻ കുഷ്ഠം മാറിയപ്പോൾ പുരോഹിതന്മാരുടെ അരികിലേക്ക് പോയില്ല. അവൻ ഓടി യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, വന്നപാടെ അവൻ ആ നറുറോഡിൽ മുട്ടുകുത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, എൻ്റെ കുഷ്ഠം മാറിയല്ലോ എന്ന്, എൻ്റെ രോഗം മാറിയല്ലോ. ദൈവമക്കളെ, ഒരിക്കലും മാറാത്ത, ഒരിക്കലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത, തന്നെത്താൻ അശുദ്ധനെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട ആ രോഗം മാറിയപ്പോൾ അവൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. അവൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് കത്താൻ തുടങ്ങി. അവരോട് യേശുവിൻ്റെ അരികിൽ വന്ന് ആ നടുറോഡിൽ മുട്ടുകുത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ദൈവമക്കളെ. ദൈവത്തിൻ്റെ സ്തോത്രം. 10 പേര് ശുദ്ധരായില്ലയോ? കർത്താവിനറിയാം 10 പേരുടെ കുഷ്ഠവും മാറ്റിയ കർത്താവ് വിട്ടത്. 10 പേര് ശുദ്ധരായില്ലയോ? 9 പേര് എവിടെ പോയി എന്ന് കർത്താവ് അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. ബാക്കി 9 പേര് എവിടെ പോയി എന്ന് കർത്താവ് പറയാണ്, ഈ അന്യജാതിക്കാരനല്ലാതെ നന്ദി പറയാൻ ആരും മടങ്ങി വന്നില്ലോ എന്ന്. ദൈവമക്കളെ, 9 പേര് ആ പുരോഹിതന്മാരെ കാണിക്കാൻ പോയപ്പോൾ ഒരാൾ സൗഖ്യം തന്ന, എൻ്റെ രോഗം മാറ്റിയ യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നു. ദൈവത്തിൻ്റെ ദൈവമക്കളെ, കർത്താവ് ചോദിച്ചു, 10 പേര് ശുദ്ധരായില്ലേ? 9 പേര് എവിടെ പോയി എന്ന്. ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനത്തിൻ്റെ കീഴിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഒരു നന്ദിയുള്ള ഹൃദയം എനിക്കുണ്ടെന്ന്? നന്ദിയുള്ള ഹൃദയമുണ്ടെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയ, ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന, എനിക്ക് ജീവിക്കാൻ ആശ തന്ന, നിരാശ കൊണ്ട് കൂപ്പൂത്തിപ്പോയ, എനിക്ക് ജീവിതത്തിൽ ആശയും പ്രതീക്ഷയും തന്ന, അനേക പാപങ്ങളുടെ അടിമത്വത്തിൽ അനേക ആണ്ടുകൾ ഞാൻ അടിമപ്പെട്ടു പോയിരുന്ന ആ കുഴികളിൽ നിന്നെല്ലാം എന്നെ ഒറ്റ ദിവസം കരം പിടിച്ചുയർത്തിയ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ ജീവിച്ച കാലങ്ങൾ, ഒരു വസ്ത്രം മാറാനില്ലാതെ ജീവിച്ച കാലങ്ങൾ, ഒരു വീടില്ലാഞ്ഞ കാലങ്ങൾ, ഒരു വാഹനമില്ലാതിരുന്ന കാലങ്ങൾ. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കാൻ എന്തെല്ലാം ഉണ്ട്. ഇന്നെനിക്ക് 2 നില വീടുണ്ടല്ലോ കർത്താവേ. ഇന്നെനിക്ക് വില കൂടിയ വാഹനമുണ്ടല്ലോ കർത്താവേ. എൻ്റെ അപ്പൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത വാഹനം ഇന്ന് എനിക്കുണ്ടല്ലോ കർത്താവേ. അവരുടെ ആയുഷ്കാലത്ത് ഒരിക്കലും അനുഭവിക്കാത്ത എത്രയോ സൗഭാഗ്യങ്ങളിന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മദ്യത്തിൻ്റെ അടിമയായിരുന്ന നിങ്ങളുടെ ഭർത്താവിനെ ഒരു സൽസ്വഭാവിയാക്കി മാറ്റിയ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാക്കി മാറ്റിയ ആ യേശുവില്ലേ ദൈവമക്കളെ? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. നമ്മുടെ മക്കൾക്ക് ഭാവി തന്നതാരാ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കളുടെ ഭാവി ശോഭനമാക്കിയതാരാ? എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ തിരിഞ്ഞു നോക്കി. ഈ രോഗം ഇനി സൗഖ്യമാകയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരുമൊക്കെ പകച്ചു നിന്നപ്പോൾ, സഹോദര, നിനക്ക് സൗഖ്യം തന്നതാരാ? സഹോദരി, നിനക്ക് സൗഖ്യം തന്നതാരാ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കുഞ്ഞില്ലാതെ അനേകരി ഭൂമിയിൽ നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ, മകളെ, നിനക്ക് ആരോഗ്യവും ബുദ്ധിയുമുള്ള മക്കളെ തന്നതാരാ? നിന്റെ കഴിവാണോ? നിന്റെ യോഗ്യതയാണോ? എൻ്റെ സഹോദരി, ഇന്ന് നീ അനുഭവിക്കുന്ന സമാധാനമെല്ലാം നീ കൊണ്ടുവന്നതാണോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദിയുടെ സ്തുതി കരയറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ? നന്ദി
നന്ദിയുള്ളൊരു സ്തുതി. എൻ്റെ കർത്താവേ നിനക്ക് സ്തുതിയെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച, എൻ്റെ ജീവിതത്തിൽ നന്മ തന്ന, എനിക്ക് ഐശ്വര്യം തന്ന, മക്കൾക്ക് ഭാവി തന്ന, ഉപജീവനത്തിന് മാർഗം തന്ന എൻ്റെ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയാൻ നിങ്ങളുടെ അനേകരുടെ നാവ് ബന്ധനത്തിലായി പോയല്ലോ ദൈവമക്കളെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നന്ദിയില്ല അനേകർക്ക്. ദൈവം തന്ന നന്മകളോർത്ത് സ്തുതിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട ശത്രു അനേകരെ ബന്ധിച്ചിരിക്കുക. ജീവിതത്തിൽ അനേക കുറവുകളിലേക്ക് നോക്കി, ഇല്ലായ്മകളിലേക്ക് നോക്കി അനേകർ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്തുതി വരാത്തത്, അതുകൊണ്ടാണ് നന്ദി വരാത്തത്. ദൈവമക്കളെ, അന്ന നന്മകളെ ഓർത്ത് സ്തുതിച്ചാൽ ഇനി നിനക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. ദൈവം പറഞ്ഞേക്കണേ എങ്ങനെയാ? ഞാൻ തന്നത് നിനക്കിനി എന്താ പോരാത്തത്, എന്താ കുറവുള്ളത്, അതൊക്കെ നിനക്ക് തരാൻ എനിക്ക് കഴിവില്ലേ എന്ന്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, തന്നതിൽ നന്ദിയോടെ സ്തുതിക്കാൻ കഴിയണം. തരാത്തതിൽ, കിട്ടാത്തതിൽ പരിഭവത്തോടെയല്ല ജീവിക്കേണ്ടത്. ദൈവമേ നീ എന്നെ ഉയർത്തിയല്ലോ എന്ന്, നീ എനിക്ക് സമാധാനം തന്നല്ലോ എന്ന്. ഇന്നെൻ്റെ കണ്ണടഞ്ഞാൽ ഈ ആത്മാവ് നിത്യതയിലെത്തുമെന്നുള്ള ഒരു പ്രത്യാശ എനിക്ക് തന്നല്ലോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം മാറിയവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്തവരാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഹൃദയത്തിൽ ബോധ്യമുള്ളവരാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളെക്കാൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് സ്തുതിച്ച്, കർത്താവേ നിനക്ക് സ്തുതി. യേശുവേ നീ നടത്തിയ വഴികൾക്കായി, നീ തന്ന അനുഗ്രഹങ്ങൾക്കായി, നീ തന്ന മാനസാന്തരത്തിനായി, നീ തന്ന വീണ്ടും ജനനത്തിനായി, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നിത്യജീവന്റെ ഉറപ്പിനായി. എൻ്റെ കർത്താവേ, ഈ പൂഴികളായ ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. കർത്താവേ, നന്ദിയില്ലാതെ പോയ കാലങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് കണക്കിടരുത് കർത്താവേ. നന്ദിയില്ലാതെ പോയ കാലങ്ങൾ കർത്താവേ, ഇന്ന് ഞങ്ങൾ ലോകത്തിൻ്റെ അടിമകളായി പോയി, ഇന്ന് ലോക സ്നേഹികളായി പോയി കർത്താവേ, നിന്നെ ഞങ്ങൾ മറന്നവരായി പോയി. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഇറക്കി വെച്ച് നന്ദി കൊണ്ട് സ്തുതിക്കണം. ദൈവമക്കളെ, നന്ദി കൊണ്ട് അവരെ ആരാധിക്കണം. അവന് നിങ്ങളുടെ പണമല്ല, അവന് നിങ്ങളുടെ മറ്റൊന്നുമല്ല വേണ്ടത്. അപ്പാ നിനക്ക് സ്തുതി എന്ന് പറയാൻ കുരിശിൻ്റെ വീട്ടിലിരുന്ന് കുരിശിലേക്ക് നോക്കുമ്പോൾ നന്ദി വന്നം. ദൈവമക്കളെ, നന്ദി വന്നം. ഓ എൻ്റെ കർത്താവ് നടത്തിയ വഴികൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ആരാധന കൊതിക്കുന്നവനാണ് യേശു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന്. വായിക്കാം, താഴോട്ട് വായിച്ചേ. മർക്കോസ് 9:19 താഴോട്ട് വായിച്ചു. എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഉത്തരം പറഞ്ഞു. അവർ അവനെ, കർത്താവ് പറഞ്ഞു അപ്പനോട്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. താഴോട്ട് വായിച്ചോ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ, പ്രിയപ്പെട്ടവരെ, അവർ അപ്പനും ശിഷ്യന്മാരും കൂടി ആ ഭൂതബാധയുള്ള മകനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുചെന്നു. വായിച്ചോ. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. പ്രിയപ്പെട്ടവരെ, ആരെ കണ്ട ഉടനെയാ? യേശുവിൻ്റെ അരികിലേക്ക് ആ മകനെ കൊണ്ടു ചെന്നപ്പോൾ യേശുവിനെ കണ്ട ഉടനെ ആ ദുരാത്മാവ് അവനെ ബാധിച്ചു, അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് ഉരുളാൻ തുടങ്ങി. വായിച്ചോ. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ ആ ഭൂതം ബാധിച്ചപ്പോൾ അവൻ നിലത്ത് വീണ് അവൻ്റെ വായിലൂടെ നുരയും പതിയുമെല്ലാം വരുന്നു. അവൻ ഉരുണ്ട് നടക്കുകയാണ്. അപ്പോൾ യേശു അപ്പനോട് ചോദിച്ചു, ഇതിവനെ ബാധിച്ചിട്ട് ഈ എത്ര കാലമായി എന്ന്. വായിച്ചോ. എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പം പറയുകയാണ്, ഗുരു, ഇത് ചെറുപ്പം മുതൽ ഇവനെ പിടിച്ചിരിക്കുന്നതാണ്. ഇവന് ചെറുപ്പത്തിൽ മുതൽ ഈ രോഗമുണ്ട്. ആ രോഗം അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. ദൈവമക്കളെ, ആ അപ്പൻ എത്ര കരുതലോടെ അവനെ കാത്തു കാണും, എത്ര കരുതലോടെ അവനെ കൊണ്ടുതന്നത് കാണും, ഒരാപത്ത് വരാതെ. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു വികലാംഗത്വമുള്ള, ബുദ്ധിമാന്യമുള്ള, പ്രിയപ്പെട്ടവരെ, അസ്വാഭാവികതയുള്ള
ഒരു മകനെ കൊണ്ടു നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര വേദനയാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ അവർക്ക് വരുന്നതായ അവഗണനകൾ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, അവരുടെ ഹൃദയത്തിലുള്ള ആ വലിയ പോരായികകൾ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര പണമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ കണ്ടതാണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എത്ര പണം വേണമെങ്കിലും ചെലവ് ചെയ്യാൻ അവർക്കുണ്ട്, ഒന്നിനും മുട്ടില്ല ദൈവമക്കളെ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, അവർക്ക് ഒരു മാറാത്ത അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗമുള്ള ഒരു മകനുണ്ട്. ഞാൻ കണ്ടു പ്രിയപ്പെട്ടവർ, എന്ത് അവരുടെ ഹൃദയത്തിലെ വേദന, അവരുടെ മുഖത്തെ മ്ലാനത, അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ വേദന. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗങ്ങൾ. ദൈവമക്കളെ, ഈ അപ്പൻ്റെ മകൻ്റെ രോഗം അത് തന്നെയായിരുന്നു. ഒരു ചികിത്സയുമില്ല, ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗം. പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവിനോട് ചോദിച്ചു, ഇതിവനെ ബാധിച്ചിട്ട് എത്ര കാലമായി എന്ന്. വായിച്ചോ. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെയും കർത്താവിനോട് പറയാണ്, കർത്താവേ, നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, എന്നാൽ നിനക്കിനി വല്ലതും കഴിയുമോ? നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ നീ അത് പ്രവർത്തിക്കണമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന് കർത്താവിൻ്റെ അരികിൽ വന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇത് മാറുമെന്നുള്ള പൂർണ്ണമായൊരു വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ, നിനക്ക് കഴിയുമോ? നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും കഴിയാത്തതൊക്കെ കഴിയുന്നവനായൊരു കർത്താവുണ്ട് കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഒരു പക്ഷപാതക്കാരനെ 4 പേര് കൂടി ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നു. അവനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ആ ഭവനത്തിൻ്റെ മേപ്പുര പൊളിച്ച് അവനെ യേശുവിൻ്റെ അരികിൽ ഇറക്കി വെച്ചു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരന് ചിലപ്പോൾ സൗഖ്യം കിട്ടുമെന്നൊന്നും വിശ്വാസം കാണിയില്ല. കാരണം എത്രയോ കൊല്ലമായി കിടക്കുന്നു, എത്രയോ ഡോക്ടർമാരെ കണ്ടതാ, എന്തെല്ലാം ചികിത്സകൾ ചെയ്തതാ, അവനൊരു പ്രതീക്ഷയുമില്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, ആർക്കാ പ്രതീക്ഷയുള്ളത്? അവനെ ചുമന്നുകൊണ്ടുവന്ന ആ 4 പേർക്കൊരു ഉറപ്പുണ്ടെന്ത്? ഇവന് യേശുവിൻ്റെ മുമ്പിൽ വെച്ചാൽ ഉറപ്പാണ് സൗഖ്യം, യേശുവിനെ സൗഖ്യമാക്കുമെന്ന്. ദൈവമക്കളെ, അതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനോട് അപ്പം ചോദിച്ചു, നിനക്ക് വല്ലതും കഴിയുമോ? നിന്നാൽ വല്ലതും കഴിയുമോ? വായിച്ചതായിട്ട്. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നതിന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പന് മനസ്സിലായി, എന്ത്? എനിക്കൊരു അവിശ്വാസമുണ്ടെന്ന്, എനിക്ക് വിശ്വാസമില്ല എന്ന്. ഉടനെ ആ ബാലന്റെ അപ്പൻ നിലവിളിച്ച് പറഞ്ഞത് എന്താ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പം പറയുകയാണ്, എൻ്റെ ഉള്ളിൽ അവിശ്വാസമുണ്ട് കർത്താവേ, ഞാനിപ്പോൾ നീ പറഞ്ഞ വചനം വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് അപ്പൻ ഉള്ളു തുറന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്, എന്ത്? എനിക്ക് ഈ വചനമൊന്നും ഇന്ന് വരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതെന്നാൽ ഇതിൻ്റെ ഒന്നും ഒരു അനുഭവം പ്രാപിക്കാൻ എനിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം പ്രാർത്ഥിച്ചു, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന്. വായിച്ചതായിട്ട്. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ. പ്രിയപ്പെട്ടവരെ, യേശു ആ അപ്പൻ എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പുരാത്മാവിനെ യേശു ശാസിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പം മുതൽ, ബാല്യം മുതൽ ആ ചെറുപ്പക്കാരനെ ബാധിച്ചിരുന്ന ആ ദുരാത്മാവിനെ യേശുവിൻ്റെ അധികാരമുള്ള ആ കരം അവനെ ശാസിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ പറഞ്ഞത്?
ഇവനെ വിട്ടുപോക എന്ന്. ദൈവമക്കളെ, അധികാരമുള്ളവനാണ് കൽപ്പിച്ചത്. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ അധികാരമുള്ളവൻ, കടലിനോട് അടങ്ങുക എന്ന് അധികാരത്തോടെ കൽപ്പിച്ചവൻ, അവൻ ആ ബാലൻ്റെ ഉള്ളിലുള്ള ദുരാത്മാവിനോട് പറഞ്ഞു എന്ത്? ഇവനെ വിട്ടുപോക എന്ന്, ഇവനെ വിട്ടുപോക എന്ന്. ദൈവമക്കളെ, യേശു അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ അവന് കീഴടങ്ങുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇവനെ വിട്ടുപോക എന്ന് കൽപ്പിച്ചു. വായിച്ചോ. ഇനി അവനിൽ കടക്കരുത്. വിട്ടുപോക എന്ന് മാത്രമല്ല എൻ്റെ കർത്താവ് പറഞ്ഞത്, ഇനി ഒരിക്കലും ഇവനിൽ നീ കടക്കരുത്. ഇവൻ്റെ മേലിൽ നീ നിനക്കൊരു കർത്തൃത്വമില്ല. ഇവൻ എൻ്റെ കൈപ്പണിയാണ്, ഇവൻ എൻ്റെ സൃഷ്ടിയാണ്, ഇവൻ സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരനായി തീരേണ്ടവനാണ്. ഇനി ഒരിക്കലും ഇവൻ്റെ ഉള്ളിലേക്ക് നീ കടക്കരുതെന്ന് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ, അധികാരമുള്ള കർത്താവ് നിങ്ങളുടെ മേലുള്ള ദുരാത്മബാധകളെല്ലാം ശാസിച്ചകറ്റുന്ന അത്ഭുത നിമിഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ. യേശു ആ ദുരാത്മാവിനോട് കൽപ്പിച്ചു, ഇനി ഇവൻ്റെ ഉള്ളിൽ കടക്കരുത്, ഇവനെ വിട്ടുപോക എന്ന്. പ്രിയപ്പെട്ടവരെ, നാളുകളായി നമ്മെ അടക്കി ഭരിക്കുന്ന, നാം അടിമപ്പെട്ടിരിക്കുന്ന ദുരാത്മബാധകളെ, അശുദ്ധിയുടെ ബന്ധനങ്ങളെ, പാപത്തിൻ്റെ കെട്ടുകളെല്ലാം അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അരികിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ അവൻ ശാസിക്കും. പ്രിയപ്പെട്ടവരെ, അവൻ അധികാരത്തോടെ കൽപ്പിക്കും, ഇനി ഇവനിൽ കടക്കരുതേ എന്ന്. സഹോദര, നീ പരാജയപ്പെട്ടവനാണെങ്കിൽ ഇന്ന് കർത്താവ് പറയുകയാണ്, മകനെ, നിന്റെ ഉള്ളിൽ ഇനി ഈ ദുരാത്മബാധകളൊന്നും കടക്കാതെ വണ്ണം എൻ്റെ അധികാരമുള്ള നാമത്തിൽ അതെല്ലാം ഞാൻ ശാസിച്ചകറ്റുകയാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ദുരാത്മാവിനെ യേശു ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവനെ വിട്ടുപോക, ഇനി ഇവൽ കടക്കരുതേ എന്ന്. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളിൽ നമുക്ക് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നാളുകളായി ഞങ്ങൾ ബന്ധിച്ചിരുന്ന അനേക ബന്ധനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് വിടുതൽ തന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്നെ സ്തുതിപ്പാനും നിന്നെ ആരാധിപ്പാനും നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്നെ വാഴ്ത്തുവാൻ ഞങ്ങളുടെ വായ്കളെ വാഴ്ത്തണമേ എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് തുറക്കണമേ, ഞങ്ങളുടെ വായ്കളെ വാഴ്ത്തണമേ. കർത്താവേ, ആത്മാവിൻ്റെ ജീവൻ ഞങ്ങളുടെ മേൽ പകരണമേ. എൻ്റെ കർത്താവേ, കെട്ടുപോയ ദീപങ്ങളെ അവിടുന്ന് കത്തിക്കണമേ. എൻ്റെ കർത്താവേ, നിരാശ പറ്റിയ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ പ്രകാശം അയക്കണമേ. യേശുവേ, ഈ മക്കളുടെ മേലുള്ള ദുരാത്മബാധകള്, ലോകത്തിന്റെ സ്വാധീനങ്ങള്, അശുദ്ധിയുടെ ബന്ധനങ്ങള്, ലോകമോഹങ്ങള് എല്ലാം കർത്താവേ നീ ശാസിച്ചകറ്റണമേ. കർത്താവേ, ഇവരുടെ മേല് അവിടുന്ന് അധികാരവും കർത്തൃത്വം ഏറ്റെടുക്കണമേ. കർത്താവേ, ഈ മക്കളുടെ ഉള്ളില് ആത്മാവിനെ പകരണമേ. എൻ്റെ കർത്താവേ, സ്വർഗത്തിന്റെ ഓഹരിക്കാരാക്കി അടിയങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ കൂട്ടിക്കൊണ്ടുവന്ന നിൻ്റെ മക്കളായി ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് എഴുന്നള്ളി നിന്ന് കർത്താവേ, നിന്നെ സ്തുതിക്കാനും നിന്നെ ആരാധിപ്പാനും ഞങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നന്ദിയുള്ള ഹൃദയം. എൻ്റെ കർത്താവേ, ഒരിക്കലും അറ്റുപോകാതെ എൻ്റെ കർത്താവേ, ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും കുരിശിലേക്ക് നോക്കി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, എൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ടെന്ന് എൻ്റെ കർത്താവേ, വർഷങ്ങളായി നിരാശ പറ്റിയ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ജീവിച്ച ആ അപ്പന് പ്രത്യാശ കൊടുത്ത, ആ മകന് സൗഖ്യം കൊടുത്ത യേശു ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നീ സൗഖ്യവും പ്രത്യാശയും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. നീ ശിരസ് വണയ്ക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, ഈ ദേശത്ത് ഇനിയും ആത്മാവിൻ്റെ ഉണർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന മക്കളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതോടെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിനാവട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും
അടിയങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.